അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് ജീവിച്ച് അല്ലാഹുവിന്റെ തൃപ്തി നേടി പൂർണ്ണ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തെ മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് വളരെ പ്രാധാന്യത്തോടെയും ബഹുമാനത്തോടെയും പുണ്യത്തോടു കൂടെയും കാണുന്ന ഒരു മാസമാണ് ശഅബാൻ മാസത്തിൽ. ശഅബാൻ മാസത്തിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. മറ്റ് മാസങ്ങളിൽ നിന്ന് വേറിട്ട ഒരു നിലവാരം ശഅബാൻ മാസത്തിന് ഉണ്ട് എന്ന കാര്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നും മറ്റ് ചില സഹാബിമാരിൽ നിന്നൊക്കെ വന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാറുള്ള മാസം ശഅബാനാണെന്ന് ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള പല ഹദീസിന്റെ കിതാബുകളിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് നോമ്പെടുത്തുകൊണ്ട് റസൂലുള്ളാഹി ശഅബാൻ മാസത്തെ പരിഗണിച്ചിരുന്നു എന്ന് വെച്ചാൽ, മറ്റു മാസങ്ങളിൽ നിന്ന് ശഅബാൻ മാസത്തിന് തികച്ചും വേറിട്ട വ്യത്യസ്തമായ ഒരു നിലവാരമുണ്ട്, ബഹുമാനമുണ്ട്. അതിനെ പ്രത്യേകം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ആ ശഅബാൻ മാസത്തെ നാം അതിന്റെ നിമിഷങ്ങളെ, ദിവസങ്ങളെ മുതലെടുക്കണം, ഉപയോഗപ്പെടുത്തണം എന്ന അധ്യാപനമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കുന്നത് പോലെയാവില്ല ആ ദിവസം ശഅബാനിൽ നോമ്പെടുത്താൽ. മറ്റ് ദിവസങ്ങളിൽ എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെയാവുകയില്ല ആ ദിവസങ്ങളിൽ ശഅബാനിൽ നിന്ന് അമലുകൾ ചെയ്താൽ. അതിന് വ്യത്യസ്തമായ ബഹുമാനം കണക്കാക്കേണ്ടതുണ്ടെന്നും അങ്ങനെ ഒരു വേറിട്ട നിലവാരം അതിന് ഉണ്ട് എന്ന കാര്യം അതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. അത് ശഅബാൻ മാസത്തിന്റെ മൊത്തമുള്ള അവസ്ഥയാണ്. അത് ശഅബാൻ 1-നാവാം, അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് സാധിക്കുന്നത് 5-നാണെങ്കിൽ 10-നാണെങ്കിൽ 15-നാണെങ്കിൽ ഏത് ദിവസമാണ് ഓരോരുത്തർക്കും സാധിക്കുന്നത് ആ ദിവസത്തിനൊക്കെ മഹത്വമുണ്ട്, വേറിട്ട മഹത്വമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് എല്ലാ ദിവസവും സാധിക്കോ എങ്കിൽ എല്ലാ ദിവസവും സാധിക്കുന്നവരങ്ങനെ ചെയ്യണം. കുറെയൊക്കെ സാധിക്കോ എങ്കിൽ അതിന് സാധിക്കുന്നവരങ്ങനെ ചെയ്യണം. കുറച്ചൊക്കെ കഴിയുള്ളൂ, അതാളുകളുടെ നിലവാരത്തിനും അവരവരുടെ മറ്റ് സൗകര്യങ്ങൾക്കും അനുസരിച്ച് ആളുകൾ അതിൽ ഏറ്റവും വ്യത്യാസമുള്ളവരാണ്. അത്രയുള്ളൂ അതിന്റെ കാര്യം. ഏതായാലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം ബറാഅത്ത് രാവിനെ സംബന്ധിച്ചാണ്. ബറാഅത്ത് രാവ് എന്ന് പറയാനുണ്ടായ കാരണം, അഥവാ ശഅബാൻ 15-ന്റെ രാത്രി 14 അസ്തമിച്ചു ഉണ്ടാവുന്ന രാത്രി, അതാണ് 15-ന്റെ രാത്രി. ആ 15-ന്റെ രാത്രിക്ക് മഹത്വമുണ്ടോ? അതിനെന്തുകൊണ്ട് ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞു? മറ്റു പല പേരുകളിലും ആ രാത്രി അറിയപ്പെടുന്നുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ. അതെന്താണെന്ന് വെച്ചാൽ, ബറാഅത്തിന്റെ രാവ് എന്ന് പറയാൻ കാരണം നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന രാത്രി എന്ന അർത്ഥം കുറിച്ചുകൊണ്ടാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. അപ്പോ ആ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രിയായതുകൊണ്ട് ആ പേര് നൽകപ്പെട്ടു. അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ വ്യത്യസ്ത പേരുകൾ ആ രാത്രിക്ക് നൽകപ്പെട്ടു വരാറുണ്ട്. ഈ ശഅബാൻ മാസത്തിൽ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുത്തിരുന്നു എന്ന് ആയിഷ ബീവിയുടെയും മറ്റും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ കാരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ, എന്തുകൊണ്ടാണ് ശഅബാനിൽ കൂടുതലായി നോമ്പെടുക്കുന്നത്
എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ദാക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബ് റമളാന്റെ ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണത്. അതായത് റജബ് മാസം വന്നാൽ പല കാരണങ്ങളാലും ആളുകൾ അതിനെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് യുദ്ധം ഹറാമായ ഹുർമത്തുള്ള മാസമാണ്. അതുപോലെ ഇസ്രാ മിഅ്റാജ് അങ്ങനെ തുടങ്ങിയുള്ള പല കാരണങ്ങളാലും റജബ് മാസം വരുന്നത് ആളുകൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റമളാനിലേക്കുള്ള കാത്തിരിപ്പായി. അതിന്റെ ഇടയിൽ ആളുകൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. എന്നിട്ട് എന്തുകൂടി പറഞ്ഞു, വഹുവ ശഹ്റുൻ യുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. മാത്രമല്ല ശഅബാൻ മാസം അല്ലാഹുവിലേക്ക് അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണ്. ശഅബാൻ മാസം അല്ലാഹുവിലേക്ക് അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ, എന്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായി ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ശഅബാനിൽ കൂടുതലായി നോമ്പ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം വിവരിച്ചു. ഇത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നസായി, ഇമാം ഇബ്നു അബി ശൈബ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയതിന്റെ കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിവരിച്ചത്. ഇതെന്താ പറഞ്ഞത്? അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അഥവാ ഒരു വർഷത്തെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഒരു വർഷത്തെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതെന്താണത്? അതായത് റമളാൻ വരാൻ പോവുകയാണ്. ഇനി ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ അമലുകളുടെ, അവന്റെ സൽക്കർമ്മങ്ങളുടെ ഒരു പുതുവർഷം തുടങ്ങാൻ പോവുകയാണ്. ഇനി റമളാൻ മുതൽക്ക് അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. അമലുകളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമായ ചീത്ത പ്രവൃത്തികളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിയ ഒരു പുതിയ വർഷമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ശഅബാനോടുകൂടി കഴിഞ്ഞ വർഷം ആ രൂപത്തിൽ അവസാനിച്ചു. ഇതുവരെ കഴിഞ്ഞ ഒരു വർഷത്തെ അമൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ പോവുകയാണ്. ആ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിട്ട് അവിടെ കാണിക്കപ്പെടണം. എങ്ങനെയാ? ആ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ നോമ്പുകാരനായിട്ട് കാണിക്കപ്പെടണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാരണമായി പഠിപ്പിച്ച ഒരു അടിസ്ഥാന വിഷയമാണ്. ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നീട് പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് ഇത് ആവശ്യമുള്ളതാണ്. അതായത് അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് താൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കണം. അതാണ് റസൂലുള്ളാഹി ആഗ്രഹിച്ചതും അത് കാരണമാക്കിക്കൊണ്ടാണ് ഇബാദത്തുകൾ അല്ലെങ്കിൽ നോമ്പെടുക്കാനുള്ള കാരണമാക്കിയും കൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ അമലുകൾ കാണിക്കപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കുക എന്നത് ആ രൂപത്തിൽ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി അമലുകൾ ചെയ്യുകയും നോമ്പെടുക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അടിസ്ഥാനപരമായ ദീൻ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും ഇനി സംശയിക്കാൻ വഴിയില്ല. ഇത് ഞാൻ അവിടെ തുടക്കത്തിലെ പറഞ്ഞു വെക്കുകയാണ്. ഇനി ശേഷം പറയാൻ പോകുന്ന ചില വിഷയത്തിലേക്ക് ഇത് നമുക്ക് ആവശ്യമുള്ളതും കൂടിയാണ്. പിന്നെ ശഅബാൻ 15 രാത്രിക്ക് മഹത്വമുണ്ടോ? അതല്ല മറ്റ് ദിവസങ്ങളെ പോലെ, മറ്റ് രാത്രികളെ പോലെ ഒരു രാത്രി മാത്രമാണോ ഈ ശഅബാൻ 15 രാത്രി? ഇതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. അത് ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ശഅബാൻ 15 രാത്രിയുടെ മഹത്വത്തെ അറിയിക്കുന്ന പല ഹദീസുകളും വന്നിട്ടുണ്ട്. ഈ ഹദീസുകൾ എല്ലാം ഒരേ നിലവാരമുള്ളത് അല്ല, ഒരേ നിലവാരത്തിലുള്ളതല്ല. അത് ഈ വിഷയത്തിൽ എന്നല്ല, മറ്റ് പല വിഷയങ്ങളിലും എന്ന പോലെ ഒരു വിഷയത്തിൽ വിവിധ റിപ്പോർട്ടുകളിലായി ഹദീസുകൾ വന്നാൽ ചിലത് വളരെ നിലവാരം കൂടിയതും സഹീഹിന്റെ തന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ളതുണ്ടാവും. ചിലപ്പോൾ സഹീഹിന്റെ തന്നെ താഴ്ന്ന നിലവാരത്തിലുള്ളതും ഉണ്ടാവാം. പിന്നെ അവിടെ നിന്നും ഇറങ്ങി ഹസൻ എന്ന് പറയാവുന്ന നിലവാരത്തിലുള്ളതും ഉണ്ടാവും. ചിലപ്പോൾ ചില റിപ്പോർട്ടുകൾ ലഈഫ്, ചിലത് അതിനേക്കാളും നിലവാരം കുറഞ്ഞത്. അത് പല വിഷയത്തിലും സാധാരണ ഉള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ശഅബാൻ 15 കാര്യത്തിന്റെയും അവസ്ഥ. വിവിധ റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ ഒരു തകരാറുമില്ലാത്ത, ഒരു കുറ്റവും പറയാൻ കഴിയാത്ത റിപ്പോർട്ട് ഉണ്ട്. മറ്റു ചില റിപ്പോർട്ടുകൾ ഒരു ഹസനുൻ എന്ന് പറയാവുന്ന
അഥവാ ലൈഫിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള റിപ്പോർട്ടുകളും അതിലുണ്ട്. മറ്റു ചിലത് ലൈഫുകളുണ്ട്, വേറെ ചിലത് അതിനേക്കാളും നിലവാരം കുറഞ്ഞതും ഉണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും നിലവാരം കുറഞ്ഞ, ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത ചില റിപ്പോർട്ടുകളെ മാത്രം നോക്കിക്കാണുകയും ആ റിപ്പോർട്ടുകളെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ശഅബാൻ 15ന്റെ മഹത്വത്തെ പാടെ നിരാകരിക്കുകയും ചെയ്യുന്നത് ദുരുദ്ദേശപരമാണ്, അല്ലെങ്കിൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിഷയം പഠിക്കുമ്പോൾ അതിന്റെ നാനാവശങ്ങളെക്കുറിച്ച് പരിഗണിച്ചുകൊണ്ട് അതിൽ വന്നിട്ടുള്ളതൊക്കെയും പരിഗണനയിലെടുത്തുകൊണ്ടാണ് ആ വിഷയത്തെ വിലയിരുത്തേണ്ടത്. അതിന് അത്ര ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു മെനക്കേട് അതിനുണ്ട് എന്നല്ലാതെ അതിന് കഴിയാത്തവർ ആ വിഷയം കൈകാര്യം ചെയ്യാതിരിക്കലാണ് ദീനിനും അതുപോലെ ആഖിറത്തിൽ രക്ഷ നേടാനുള്ള യോജിച്ച വഴി, നല്ല വഴി അതാണ്. തനിക്കറിയാത്തതൊക്കെ നിഷേധിക്കുക, അത് വലിയ ഈണത്തിലും ഇമ്പത്തിലും നീട്ടിക്കുറുക്കി പ്രസംഗിക്കുക, അതൊന്നും വലിയൊരു യോഗ്യത ഒന്നുമല്ല. പഠിക്കാൻ തയ്യാറാവുക, എന്നിട്ട് വസ്തുത കണ്ടെത്തുക, അത് അംഗീകരിക്കുകയും പറയുകയും ചെയ്യുക. അതാണ് മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ഇത് ഞാൻ തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറെ തർക്കിച്ചുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ പാണ്ഡിത്യം ചമയുക എന്ന് പറയുന്നതൊന്നും വലിയ ഒരു യോഗ്യതയൊന്നുമല്ല. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദീനാണിത്, നമ്മുടെ ആരുടെയും സ്വന്തമല്ല. അള്ളാഹുവിന്റെ ദീനം കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് അവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആത്മാർത്ഥമായി, അടിസ്ഥാനപരമായി വളരെ ആഴത്തിലിറങ്ങി പഠിച്ചതിന് ശേഷമേ അതിനെ സംബന്ധിച്ച് സംസാരിക്കാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ആ പണി അതിന് പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കുക എന്നല്ലാതെ നാം അതിലേക്ക് എടുത്തു ചാടുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ വലിയ അപകടത്തിന്, പരാജയത്തിന് വഴിവെക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശഅബാൻ 15ന്റെ രാത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പല സഹാബിമാരിൽ നിന്നും റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ഇതിൽ പ്പെട്ട ഒരു റിപ്പോർട്ടാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിലും മുഅ്ജമുൽ ഔസത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ. ഇതാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ അർത്ഥത്തിൽ വിവിധ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷപ്പെടും ഇലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിലേക്ക്, ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ മാസത്തിൽ നിന്നുള്ള പകുതിയുടെ രാത്രിയിൽ, അഥവാ ശഅബാൻ 15ന്റെ രാത്രി, അതായത് 14 അസ്തമിച്ച രാത്രിയിൽ സൃഷ്ടികളിലേക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെടുന്നു. എന്ന് വെച്ചാൽ എല്ലാ സൃഷ്ടികളെയും അള്ളാഹു തആല എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിനെ തൊട്ട് ഒരു കടുകുമണി പോലും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്, അറിവിനപ്പുറം പോവുകയുമില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ശഅബാൻ 15ന്റെ രാത്രിയിൽ പ്രത്യേകമായി സൃഷ്ടികളിലേക്ക് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകമായി അള്ളാഹു തആല അന്ന് റഹ്മത്ത് ചെയ്യുന്നു. അവന്റെ പ്രത്യേകമായ നഫഹാത്തുകൾ, അതായത് അവന്റെ സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ, അവന്റെ മഗ്ഫിറത്ത്, അവന്റെ റഹ്മത്ത് നൽകുന്നു എന്നാണ് പറയുന്നത്. അത് പ്രത്യേകമായിട്ടുണ്ട്. അള്ളാഹു തആല എപ്പോഴും കാരുണ്യമുള്ളവനാണ്, ശരിയാണ്. പക്ഷെ ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാന്റെ 15ന്റെ രാത്രിയിൽ പ്രത്യേകമായ കാരുണ്യം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? എന്താണ് ഈ കാരുണ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഫയഗ്ഫിറു, അപ്പോൾ അവൻ പുറത്തു കൊടുക്കും, ലിജമീഇ ഖൽഖിഹി, അവന്റെ എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ശഅബാൻ 15ന്റെ രാത്രിയിൽ. അതാണ് അല്ലാഹു തആല പ്രത്യേകമായി റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ, മുശ്രിക്കിനും മുശാഹിനും ഒഴികെ, മുശ്രിക്ക് മുശാഹിന് എന്നീ രണ്ട് വിഭാഗങ്ങൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇത് ഈ റിപ്പോർട്ട്.
ഇത് ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം തബറാനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു തകരാറും ഈ റിപ്പോർട്ടിന് പറയാൻ സാധ്യമല്ല. ഈ റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ അൽ ഹൈസമി തന്റെ മജ്മഉൽ സവായിദിൽ പറഞ്ഞത് വരിജാലുഹുമാ സിഖാത്തുൻ. മുഅ്ജമുൽ കബീറിന്റെയും മുഅ്ജമുൽ ഔസത്തിന്റെയും റിപ്പോർട്ടർമാർ, ഇതിന്റെ സനദിൽ ഉള്ള റിപ്പോർട്ടർമാർ സിഖാത്തുൻ, വിശ്വസ്തരാണ്, യോഗ്യരാണ്, അവരുടെ ഹദീസ് സ്വീകരിക്കാവുന്നതാണ്. അഥവാ ഈ ഹദീസിന്, ഈ റിപ്പോർട്ടിന് ഒരു തകരാറുമില്ല, ഒരു തകരാറും അതിന് പറയാൻ സാധ്യമല്ല. എങ്കിൽ അത് അംഗീകരിച്ചു കൊള്ളുക. അതാണ് മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ടത്, അതിനെ നിഷേധിക്കലല്ല. ഇതിപ്പോ ഒരു റിപ്പോർട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇനി വിശദമായി മറ്റുള്ള റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ ഹദീസിൽ പറഞ്ഞത് മുശ്രിക്ക് മുഷാഹിദ് എന്ന് രണ്ട് വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്നാണ്. ഈ ഹദീസിന്റെ മറ്റു പല റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ മറ്റു ചിലരെ ഒക്കെ ഒഴിവാക്കിയതായി കാണാൻ കഴിയും. ചില റിപ്പോർട്ടുകളിൽ ഖാത്തിഉ ത്വരീഖ്, കൊള്ളക്കാരൻ, വഴി കൊള്ളയടിക്കുന്ന ആളുകൾ. വേറെ ചില റിപ്പോർട്ടുകളിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. വേറെ ചില റിപ്പോർട്ടുകളിൽ മുദ്മിനുൽ ഖംറ്, കള്ളുകുടി പതിവാക്കി നിലനിർത്തുന്ന ആൾ. വേറെ ചിലതിൽ വ്യഭിചരിക്കുന്ന പെണ്ണ്. ഇങ്ങനെ തുടങ്ങി ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അവരല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് ചുരുക്കം. എന്താണ് അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഒഴിവാക്കാൻ കാരണം? അതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാൻ 15 രാത്രിയിൽ അവന്റെ സൃഷ്ടികൾക്കൊക്കെ പുറത്തു കൊടുക്കുകയാണ്. ഈ പുറത്തു കൊടുക്കണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും അത് നേടാനുള്ള ഒരു അധ്വാനവും ശ്രമവും ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, യോഗ്യത ഇവൻ ഉണ്ടാക്കിയെടുക്കണം. കള്ളു കുടിക്കുന്നവൻ കള്ളുകുടിയൊക്കെ ഒഴിവാക്കി, പടച്ചവനെ ഇന്ന് ശഅബാൻ 15 രാത്രിയാണല്ലോ, ഇന്നിനി എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എനിക്കും പുറത്തു തരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കള്ളുകുടിയൊക്കെ ഒഴിവാക്കുക. അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ അത് ഒഴിവാക്കുക. അതുപോലെ കൊള്ള നടത്തുന്നവനാണെങ്കിൽ അതൊഴിവാക്കുക. അതുപോലെ തന്നെ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ അതൊഴിവാക്കുക. ദുശ്ചെയ്തികൾ, ചീത്ത പ്രവർത്തികൾ, മാസിയത്തുകൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ ഒഴിവായി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി തയ്യാറാവുക. ആ മാസിയത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. എന്നിട്ടിന്ന് ശഅബാൻ 15 എല്ലാവർക്കും പുറത്തു കിട്ടുമല്ലോ, അതുകൊണ്ട് എനിക്കും കിട്ടിക്കൊള്ളും, ആ കളി നടക്കൂല. അത്തരക്കാരായ ആളുകൾ ഒഴിവാക്കി നിർത്തും, അവർക്ക് പുറത്തു കൊടുക്കില്ല. ഇതിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞത് മുശ്രിക്ക് മുഷാഹിദ് എന്നാണ്. ശിർക്ക് ചെയ്യുന്നവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ മുഷാഹിനായ ആൾക്കും പുറത്തു കൊടുക്കില്ല. മുഷാഹിദ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല, മുഷാഹിദ് ആയ ആളുകൾക്കും പുറത്തു കൊടുക്കുകയില്ല. അതെന്താണ് മുഷാഹിദ് എന്ന് പറഞ്ഞാൽ? ദീനിൽ അംഗീകരിക്കപ്പെട്ട കാരണങ്ങളിലൂടെയല്ലാതെ തന്റെ മുസ്ലിമായ സഹോദരനോട് വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്നയാൾ. ദീനിൽ അംഗീകരിക്കപ്പെട്ട കാരണങ്ങളില്ലാതെ മുസ്ലിമായ സഹോദരനോട് പകയും വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്നയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല, അവരെ ഒഴിവാക്കും. അപ്പൊ അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല. എന്താ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ മുശ്രിക്ക്? ഇപ്പോ അടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. വളരെ നീട്ടിക്കുറുക്കി ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗത്തിന്റെ ആകത്തുക ശഅബാൻ 15 രാത്രിയുടെ മഹത്വത്തെ നിഷേധിക്കലാണ്. അറിയാത്തതൊക്കെ ഇല്ല എന്ന് പറയുക, ഇതിന്റെ പേര് പാണ്ഡിത്യം എന്നാണ്. ചില ആളുകളുടെ ധാരണയാണ്. പഠിക്കില്ല. ആധികാരികമായി ആഴത്തിലിറങ്ങിയൊരു വിഷയം പഠിക്കോ, ആ ഏർപ്പാടില്ല. പിന്നെ എന്താ ചെയ്യാ? കിട്ടാവുന്ന 1-2 പരിഭാഷ ഒക്കെ അകത്താക്കും. പിന്നെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ചീട്ടിലുള്ളതും പഠിക്കും. എന്നിട്ടെന്താ പണി? തനിക്കറിഞ്ഞുകൂടാത്തതൊക്കെ നിഷേധിക്കുക. ഇതിന്റെ പേരെന്താ? തൗഹീദ്. പിന്നെ വിവരം എന്ന് പറഞ്ഞാൽ നാവിന് നീളം വെക്കുക, മുഖത്ത് കുറെ രോമം മുളക്കുക എന്നല്ല. വിവരം വെക്കണമെങ്കിൽ അതിന്റെ പണിയെടുക്കണം. അത് ഓരോ വിഷയത്തെക്കുറിച്ചും വിവരം ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി പഠിക്കേണ്ട രൂപത്തിൽ അത് പഠിക്കണം. അപ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അറിയാത്തതൊക്കെ നിഷേധിക്കുക അത് വലിയൊരു യോഗ്യത ഒന്നുമല്ല, അതെല്ലാവർക്കും പറ്റുന്ന ഒരു പണിയാണ്. അതത്ര വലിയൊരു പാണ്ഡിത്യത്തിന്റെ അടയാളമൊന്നുമല്ല.
മനസ്സിലായ? അപ്പോ ഈ പ്രസംഗത്തിൽ ആ ദേഹം പറയുന്നത് ഈ മൊത്തത്തിൽ ഈ വിഷയം നിഷേധിക്കാൻ വേണ്ടി വല്ലാതെ ശ്രമിക്കുന്നുണ്ട് അയാൾ. അതിന്റെ പുറമെ മുശ്രിക്കിന് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരാകട്ടെ അഥവാ ഈ ശഅബാൻ 15 അംഗീകരിക്കുകയും അതിന്റെ പുണ്യം തേടുകയും ചെയ്യുന്ന ആളുകളാവട്ടെ ശിർക്ക് ചെയ്യുന്നവരാ. കാരണം അവർ മമ്പുറത്തെ തങ്ങളെ വിളിക്കും, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും, ബദരീങ്ങളെ വിളിക്കും. അത് ശിർക്കാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും പുറത്തു കിട്ടൂല. ആരാ ഇത് പറയണത്? അതാണ് അതിൽ രസകരമായ മറ്റൊരു വസ്തുത. ഈ ശിർക്ക് തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ അത് ദീനിലെ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ്. ഈ ദുനിയാവിൽ മനുഷ്യൻ പഠിക്കേണ്ടുന്ന വിഷയത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് തൗഹീദ്. അതുകൊണ്ട് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ അതിനെ കാണുകയും അതിനെ ആ രൂപത്തിൽ തന്നെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതാ മനുഷ്യൻ ചെയ്യേണ്ടത്. അതിനെ ലാഘവത്തോടെ കണ്ടു ചില ആളുകൾ. എന്നിട്ട് എന്ത് ചെയ്തു? തോന്നുന്നതൊക്കെ ശിർക്കും അല്ലാത്തതൊക്കെ ശിർക്കിന്റെ തൗഹീദും അല്ലാത്തതൊക്കെ തൗഹീദിന്റെ പുറത്തുമാക്കി. അടിസ്ഥാനപരമായി കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറായില്ല. ഇതിന്റെ തിക്തഫലം ഈ വർഗം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നമുക്കൊക്കെ കണ്ണിന് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരാഴ്ച ഒരു തൗഹീദ്, രണ്ടാമത്തെ ആഴ്ച വന്നാൽ മറ്റൊരു തൗഹീദ്. നേരം പുലരുമ്പോൾ പറഞ്ഞ തൗഹീദല്ല വൈകുന്നേരം, അല്ലേ? ഒരു മാസം മുമ്പ് ശിർക്ക് എന്ന് പ്രസംഗിച്ച അതേ സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ കയറിക്കൊണ്ട് ശിർക്ക് എന്ന് പ്രസംഗിക്കും. ഒരു മാസം കഴിയുമ്പോൾ കാണാം വേറൊരു സ്റ്റേജിൽ വന്നിട്ട് തൗഹീദ് എന്ന് പ്രസംഗിക്കുന്നു. എന്തിനാണ് ഈ മലക്കം മറിച്ചിൽ നടത്തുന്നത്? ഇവരാണോ ഇവിടെ തൗഹീദ് പറയുന്നത്? മമ്പുറത്തെ തങ്ങളെ വിളിച്ചാൽ അത് ശിർക്കാണെന്നും അത് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് ഈണത്തിലും ഇമ്പത്തിലും ഇങ്ങനെ പ്രസംഗിച്ചാൽ പോരല്ലോ. തന്റെ മന്തുകാല് ചെളിയിൽ പൂത്തി വെച്ചേക്കല്ലേ? തന്റെ സ്വന്തം മന്തുകാല് ചെളിയിൽ താഴ്ത്തി വെച്ച് വഴിയിലൂടെ പോണ ആളുകളൊക്കെ മന്തുകാല എന്നിങ്ങനെ വിളിക്കുന്ന ഏർപ്പാടല്ലേ ഇത്? തൗഹീദും ശിർക്കും എന്ന് പറഞ്ഞാൽ എന്താണത്? അതിങ്ങനെ ആഴ്ച തോറും മാറിക്കളിക്കുകയാണോ? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തിന്റെ ബന്ധിക്കുന്ന വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ദാത്തിനെയും സിഫാത്തിനെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് തൗഹീദ്. അതാണ് തൗഹീദിലെ പരാമർശം. ആ തൗഹീദിൽ മാറ്റം വരെ അള്ളാഹുവിന്റെ ദാത്തിനും സിഫാത്തിനും മാറ്റങ്ങൾ വരുമോ? അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒന്ന് മുസ്ലിമീങ്ങൾക്ക് ആദം അലൈഹിസ്സലാം മുതൽക്ക് പരിചയമുണ്ടോ? അങ്ങനൊന്നില്ല. അള്ളാഹുവിന് മാറ്റം വരാൻ പറ്റില്ല. എങ്കിൽ പിന്നെ അവന്റെ ദാത്തിനെയും സിഫാത്തിനെയും ബാധിക്കുന്ന വിഷയമായ തൗഹീദിൽ എങ്ങനെ മാറ്റം വന്നത്? കുറെ കാലം ഷിർക്ക് എന്ന് പറഞ്ഞത് പിന്നീട് എങ്ങനെ തൗഹീദായത്? അതുകൊണ്ട് ഷിർക്കും തൗഹീദും പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ സ്വന്തമായി ഷിർക്കും തൗഹീദൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരാൻ ഞങ്ങളിവിടെ റെഡിയാണ്. അതങ്ങ് പഠിച്ചാൽ മതി. എന്നിട്ട് വേണം പ്രസംഗിക്കാൻ നിൽക്കാൻ എന്ന് സാന്ദർഭികമായി അത്തരക്കാരായ ആളുകൾ ഓർമ്മപ്പെടുത്താൻ. ഷിർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ലാഘവത്തോടെ കാണേണ്ടതല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരമമായ അധികാരവും സർവാധിപത്യവും അംഗീകരിക്കുകയും അത് അവന് വകവെച്ചു കൊടുക്കുകയും ചെയ്യുക, അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹു അല്ലാത്ത സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ പരമമായ അധികാരത്തിനും അധീനതക്കും കീഴിൽ മാത്രം ഉള്ളതാണ്. എന്ന് വെച്ചാൽ ആ വസ്തുക്കളെയൊക്കെയും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു അതിന്റെ ഒക്കെ ഉടമകളാണ്. ആ വസ്തുക്കളൊക്കെയും അള്ളാഹുവിന്റെ അടിമകളാണ്. എന്ന് വെച്ചാൽ ആ വസ്തുക്കൾ ആ ഉടമയായ അള്ളാഹുവിന് മാത്രം അടിമപ്പെടാൻ ബാധ്യസ്ഥരും ആണ്. അതാണ് ഏത്? അള്ളാഹു തആല ഏകനായ ഇലാഹാണ്, ഏകനായ റബ്ബാണെന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിലാർക്കും അവിടെ തർക്കമുള്ളത്? അതെങ്ങനെ? അത് അടിസ്ഥാനപരമായി പഠിക്കണം. അപ്പൊ അങ്ങോട്ട് ബോധ്യപ്പെടും. അതിലിവിടെ ആർക്കും തർക്കമല്ല. അതുകൊണ്ട് ഷിർക്കിനെ ലാഘവവൽക്കരിച്ചു, അല്ലെങ്കിൽ ഷിർക്കിനെ ലഘൂകരിച്ചു കാണിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു, കുറ്റകൃത്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചു എന്നൊക്കെ ചില ആളുകൾ പ്രസംഗിക്കുക. വേറെ ചില ആളുകൾ സ്റ്റേജിൽ കയറിയിട്ട് 400 വട്ടം തൗഹീദ് നിങ്ങൾ ചൊല്ലിപ്പറയുക. ഇതുകൊണ്ടൊന്നും തൗഹീദാവുകയില്ല. ഓരോരുത്തരും അവരവരിൽ ഏൽപ്പിക്കപ്പെട്ട പണി മാത്രം എടുക്കുക. ഓരോരുത്തരും അവരവരിൽ ഏൽപ്പിക്കപ്പെട്ട അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പണികൾ മാത്രം എടുക്കുക. അല്ലാത്തത് ദീൻ പറയാൻ, തൗഹീദ് എന്താണെന്ന് പറയാൻ, ദീനിന്റെ നിയമങ്ങൾ പറയാൻ അതിന് യോഗ്യരായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അത് അവർ പറഞ്ഞോളും. പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. കന്നുകൂട്ടാൻ യോഗ്യരായ ആളുകൾ കന്നുകൂട്ട് മാത്രം എടുക്കുക, തൗഹീദ് പറയാൻ വരരുത്. തേങ്ങ വലിക്കാൻ യോഗ്യരായ ആളുകൾ തേങ്ങ വലിക്കുക എന്ന പണിയെടുക്കുക, ദീൻ പറയാൻ തയ്യാറാവരുത്. അത് അവരവരുടെ വലിപ്പം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരവരുടെ നിലവാരം മനസ്സിലാക്കാതെയുള്ള സംസാരങ്ങളാണ്. സമൂഹം അവരെ എടുത്തുകെട്ടും വിലയിരുത്തുമെന്ന് തിരിച്ചറിവുണ്ടാവുന്നത് അവരവർക്ക് നന്നായിരിക്കും. പോട്ടെ,
അപ്പൊ മുശ്രിക്കിനും അതുപോലെ തന്നെ മുശാഹിരിനും എന്ത് ചെയ്യില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ബാക്കി പല ആളുകളെയും ഇക്കൂട്ടത്തിൽ കുറ്റകൃത്യങ്ങളിലും തെറ്റുകുറ്റങ്ങളിലും നിലനിൽക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പുറത്തു കൊടുക്കും എന്ന് ശഅബാൻ 15 രാത്രിയിൽ എന്നാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ കുറ്റമറ്റ സ്വീകാര്യയോഗ്യമായ ഒരു തകരാറുമില്ലാത്ത ഹദീസാണ്. അതിന് ഒരു കുഴപ്പവും പറയാൻ സാധ്യമല്ല. അഥവാ ശഅബാൻ 15 മഹത്വം ഉണ്ട് എന്ന കാര്യം യാതൊരു നിലക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത വിധം സ്ഥിരപ്പെട്ടതാണ്. ഒരു നിലക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി ആ വിഷയത്തിൽ മറ്റ് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പണ്ഡിതന്മാരൊക്കെയും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് പല ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ആ ഹദീസ് ഹസനുൻ ലി ഗൈരിഹി എന്ന നിലവാരത്തിൽ നിലകൊള്ളുന്ന ഹദീസാണ്. അഥവാ അതും തെളിവിന് പറ്റുന്നതാണ്. കാരണം മറ്റ് മുതാബഅത്തുകൾ അതിലുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് തെളിവിന് പറ്റുന്നതാണ് എന്ന് ആ ഹദീസിനെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ബസ്സാറിന്റെ മറ്റൊരു റിപ്പോർട്ട്, ഇമാം അബൂബക്കർ ബസ്സാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ടിൽ ഇതേപോലെ തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. ആ റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ്. അത് എടുത്തു വെച്ചുകൊണ്ട് പറയാണ് ഇതിന്റെ പരമ്പര അത്ര യോഗ്യമല്ല. ആ റിപ്പോർട്ടിന്റെ പരമ്പര അത്ര യോഗ്യമല്ല. പക്ഷേ പണ്ഡിതന്മാരെന്ന് അവർ പറയുന്നത് ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ പരസ്പരം കൈമാറുകയും നഖൽ ചെയ്യുകയും വഹ്തമലൂഹു ഇതിനെ ഇവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖദ് റവാ ഹാദൽ ഹദീസ അഹ്ലുൽ ഇൽമി വനഖലൂഹു വഹ്തമലൂഹു ഫദക്കർനാഹു ലിദാലിക. ഇമാം അബൂബക്കർ ബസ്സാർ എന്നവർ ഹദീസിന്റെ പണ്ഡിതന്മാരിൽ വളരെ പ്രഗൽഭനും വളരെ പ്രസിദ്ധനുമാണ്. മഹാനവറുകൾ പറയാണ്, ഈ ഹദീസ് അതിന് ചില തകരാറുകളുണ്ട്, അതിന്റെ സനദിന് ചില തകരാറുകളുണ്ട്. എന്നാലും ഞാനിത് എടുത്തു പറയാനുണ്ടായ കാരണം, ഇത് ഈ ഹദീസിനെ അഹ്ലുൽ ഇൽം അഥവാ വിവരമുള്ളവർ, അഹ്ലുൽ ഇൽം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ ഇതിനെ നഖൽ ചെയ്യുകയും പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുകയും വഹ്തമലൂഹു അതിനെ അവർ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫദക്കർനാഹു ലിദാലിക, ഇക്കാരണം കൊണ്ടാണ് ഈ ഹദീസ് ഞാൻ എടുത്തു പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബസ്സാർ എന്നവർ പറയുന്നു. അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഇമാം ബൈഹഖി മുർസലാണെങ്കിലും ജയ്യിദാണ്, മുർസലാണെങ്കിലും തകരാറില്ല, സ്വീകരിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തമായി തന്നെ പരിശോധിച്ചാൽ തന്നെ സ്വീകാര്യയോഗ്യവും തെളിവിന് പറ്റുന്നതുമായ പല റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ ഉണ്ട്. ഇനി സ്വന്തമായി പരിശോധിച്ചാൽ തെളിവിന് പറ്റാത്ത ലൈഫായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയാൽ ഒരു വിഷയത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിലായി ഒരു ഹദീസ് വരികയും ആ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ അതിന് തകരാറുണ്ടാവുകയും ചെയ്താൽ മൊത്തത്തിൽ ഓരോന്നോരോന്ന് ലൈഫാണെങ്കിലും ഈ വിവിധ റിപ്പോർട്ടുകളൊക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ആ വിഷയം അടിസ്ഥാനപരമായി ഉണ്ട്, അങ്ങനെ ഹദീസിന് ഒരു അസ്ല് ഉണ്ട്, അടിസ്ഥാനമുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുമെന്നും ആ റിപ്പോർട്ടുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടുമ്പോൾ സ്വന്തമായി നിൽക്കുമ്പോൾ ലൈഫായി നിന്നിരുന്ന ഹദീസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഹസനുൽ ഗൈരിഹി എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യും എന്ന കാര്യം ഹദീസിന്റെ നിദാന ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെയും പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. അതായത് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ തഖ്രീബിൽ പറയാണ്, ഇദാ റുവിയൽ ഹദീസു മിൻ വുജൂഹിൻ ദഈഫത്തിൻ, ഒരു ഹദീസ് വ്യത്യസ്ത ലൈഫായ പല റിപ്പോർട്ടുകളിലൂടെ വന്നാൽ വലാ യൽസമു അൻ യഹ്സുല മിൻ മജ്മൂഇഹ അന്നഹു ഹസനുൻ, ഈ റിപ്പോർട്ടുകൾ വ്യത്യസ്ത രൂപത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം ഹസനായിക്കൊള്ളണമെന്നില്ല. ബൽ മാ കാന ളുഅഫുഹു ലി ളുഅഫി ഹിഫ്ളി റാവിഹി, അതിന്റെ റിപ്പോർട്ടർക്ക് ഓർമ്മ ശക്തിയിലോ അങ്ങനെ തുടങ്ങിയുള്ള എന്തെങ്കിലും കുറവുകളാണെങ്കിൽ അദ്ദേഹം ആരാവട്ടെ കള്ളം പറയുന്ന ആളല്ല,
കള്ളം പറയുന്ന ആളൊന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിക്ക് കുറവുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള പല തകരാറുകളുമാണെങ്കിൽ ആ ലൈഫായ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കൂടി വന്നാൽ ഇതിന്റെ ലൈഫ് ലൈഫാണ് എന്ന ആ ഒരവസ്ഥ മാറും. അതെന്ത് ചെയ്യും? ഹസന വസ്വാറ ഹസനൻ, ആ ഹദീസ് ഹസനായ ഹദീസായി മാറുന്നതാണ്. ഇത് ഞാൻ വായിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇമാം നവവി മാത്രം പറഞ്ഞൊരു വിഷയമൊന്നുമല്ല. പണ്ഡിതന്മാരൊക്കെയും ഹദീസിന്റെ നിദാന ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാണ് പറഞ്ഞത്? ഒരു വിഷയത്തിൽ ഒരു ഹദീസ് ലൈഫായി വന്നു, അപ്പൊ അതിന്റെ ലൈഫിന്റെ നിലവാരമാണുള്ളത്. അതേസമയം വ്യത്യസ്ത റിപ്പോർട്ടുകളിലായി ഈ ഹദീസ് വരികയും ആ വ്യത്യസ്ത ഓരോ റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ അത് ലൈഫ് ആവുകയും ചെയ്താൽ, എന്നാൽ ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം കൂടിയത് കൊണ്ട് തന്നെ ഈ ഹദീസ് സ്വന്തമായി നിൽക്കുമ്പോൾ ലൈഫ് എന്ന നിലവാരമുള്ള ഹദീസ് ഹസനുൻ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഉയരുന്നതാണ് എന്നത് ഉസൂലുൽ ഹദീസിൽ അംഗീകരിക്കപ്പെട്ടതും സ്ഥിരപ്പെട്ടതുമായ കാര്യമാണ്. എല്ലാ പണ്ഡിതന്മാരും ഇടയ്ക്കിടെ എടുത്തു പറയുന്ന കാര്യവുമാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രസംഗകൻ അയാൾ ഈ ഹദീസുകളൊക്കെ ലൈഫാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വേണ്ടി വല്ലാതെ ശ്രമം നടത്തുന്നതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാരുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഈ ഹദീസുകളൊക്കെ കൂടി ഒരുമിച്ച് കൂടിയാൽ അപ്പൊ അതിന് ശക്തി കിട്ടും, അത് സ്വീകരിക്കാൻ പറ്റുന്ന നിലവാരം ഉണ്ടാകുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഔദാര്യം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി കണ്ടു. ആരുടെയും ഔദാര്യം ഈ വിഷയത്തിൽ ഇവിടെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതി, നിലവാരം, ഒരു നിയമം അത് ഹദീസിന്റെ ഉസൂലുകൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലൊക്കെയും ഉള്ളതാണ്. ചില പണ്ഡിതന്മാര് ഉറക്കത്തിൽ പറഞ്ഞു പോയ കാര്യമൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഔദാര്യം കാണിക്കാൻ, ആരുടെയും ഔദാര്യ വിഷയത്തിൽ ആവശ്യമില്ല. നിദാന ശാസ്ത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, അത് അംഗീകരിക്കപ്പെട്ട വസ്തുതയുമാണ്. അതുകൊണ്ട് ആരുടെയും ഔദാര്യമൊന്നും ആ വിഷയത്തിൽ ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു തെളിവേ ഇതിനുള്ളൂ എന്നതുകൊണ്ടല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന് ഒരു തകരാറുമില്ല, വളരെ ശക്തമായി നിലകൊള്ളുന്ന ഹദീസാണ്. അത് സ്വന്തമായി തന്നെ തെളിവാണ്. മറ്റു ചില റിപ്പോർട്ടുകൾ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ഹസനുൻ എന്ന് പറയുന്ന നിലവാരമുള്ളതാണ്. മറ്റു ചില മുർസലായ റിപ്പോർട്ടുകൾ ഇമാം ബൈഹഖി ജയ്യിദുൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഒക്കെ ശേഷം മറ്റു ചില റിപ്പോർട്ടുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ അതൊക്കെയും കൂടി എന്തിന്റെ സ്ഥാനത്തേക്ക്? ഹസനുൽ ഗൈരിഹി എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഉയരും. അഥവാ വളരെ അതിശക്തമായ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഏത്? ശഅബാൻ 15 രാത്രിക്കുള്ള മഹത്വം എന്ന് പറയുന്നത് അനിഷേധ്യമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരൊറ്റ ഒരുത്തനും അത് നിഷേധിക്കാൻ സാധ്യമല്ല. അടിസ്ഥാനപരമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല. അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇക്കൂട്ടർ ശ്രമിക്കാറുണ്ട്. അഥവാ ഹദീസ് ലഈഫാണെന്ന് അങ്ങോട്ട് പറയുക. അങ്ങനെ ലഈഫാണെന്ന് പറഞ്ഞാലോ? ലഈഫാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ തള്ളണം എന്ന് തീരുമാനിക്കുക. ഹദീസ് ലഈഫ, സഹീഹ് ലഈഫ് എന്നിങ്ങനെ ആകെ രണ്ടെണ്ണം ഈ കൂട്ടർ കേട്ടിട്ടുള്ളൂ. കാരണം പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കാന്നുള്ളൊരു ഏർപ്പാടില്ലല്ലോ. എന്നിട്ടോ ലഈഫാണെന്ന് പറഞ്ഞാലോ? എന്നാ പിന്നെ തള്ളണം, ഒരു തെളിവിന് പറ്റില്ല, തള്ളപ്പെട്ടു. ആരാ ഇത് പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയ നിയമായത്? ദീനിൽ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കുക ഓരോരുത്തർ. ലൈഫാണെന്ന് പറഞ്ഞാൽ ഉടനെ തള്ളിക്കളയണമെന്നത് ആര് പഠിപ്പിച്ച നിയമാണിത്? പണ്ഡിത ലോകം ഇതല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ലൈഫ് എന്ന് പറയുന്ന ഹദീസുകളുണ്ട്, അതേസമയം മൗലൂ എന്ന് പറയുന്ന ഹദീസുകളുമുണ്ട്. ലൈഫാവുമ്പോഴേക്ക് യാതൊരു നിലവാരവുമില്ല, ഒന്നിനും തെളിവാക്കാൻ പറ്റൂല, തള്ളിക്കളയണം എന്നാണെങ്കിൽ പിന്നെ മൗലൂവും ലൈഫും തമ്മിൽ എന്താ വ്യത്യാസം? മൗലൂ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും പരിഗണിക്കപ്പെടാൻ പറ്റാത്ത, ഒരു നിലവാരവുമില്ല, ഒരു വിഷയത്തിലും മുഖവിലക്കെടുക്കാൻ പറ്റാത്ത ഹദീസിനാണ് മൗലൂ എന്ന് പറയുക. അത് തന്നെയാണ് ലൈഫ് എന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതാണ് ഈ ഇസ്ലാഹിവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്? നീ റെക്കോർഡ് ചെയ്യുന്ന എന്റെ തലയിൽ റെക്കോർഡ് ചെയ്യണം ആദ്യം ഇത് കേട്ടോ. പരിപാടി കഴിഞ്ഞിട്ട് ഇനി ആദരപൂർവ്വം മൈക്കിലൊന്ന് വരണം കേട്ടോ. ലൈഫ് എന്ന് പറഞ്ഞാൽ, ലൈഫ് മൗലൂ എന്ന് പറഞ്ഞാൽ, ലൈഫ് മൗലൂ. ഈ മൗലൂ ആണോ ലൈഫ്? അല്ല, മൗലൂ വേറെയാണ്, ലൈഫ് വേറെയാണ്.
മൗലുവായ ഹദീസിനെ ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റൂല, പരിഗണിക്കാൻ പറ്റില്ല. അതന്നെയാണോ ലൈഫിന്റെ നിയമം? എന്നാ പിന്നെ മൗലു ലൈഫ് എന്നിട്ട് രണ്ടാവേണ്ട കാര്യം എന്താണ്? അപ്പൊ അങ്ങനെ അല്ല. സഹിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ സഹിയായ ഹദീസിന് തന്നെ വ്യത്യസ്ത നിലവാരങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നാഫി എന്നവരെ തൊട്ട്, നാഫി എന്നവർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സഹിയായ ഹദീസുകളിൽ ഒന്നാം നിലവാരമുള്ളതാണത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സനദാണത്. എന്നാ പിന്നെ അതിന്റെ ശേഷമുള്ളതൊക്കെ ലൈഫ് അല്ല. സഹീഹായ ഹദീസുകളിൽ തന്നെ വ്യത്യസ്ത നിലവാരമുള്ളതുണ്ട്. ഇനി അതിന്റെ ശേഷം ഹസനായ ഹദീസുകളുണ്ട്. അത് തന്നെ അതും വ്യത്യസ്ത നിലവാരമുള്ളതുണ്ട്. അതിന്റെയും ശേഷം ലൈഫുണ്ട്. ലൈഫിലും വ്യത്യസ്ത നിലവാരമുണ്ട്. അങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് ലൈഫായ ഹദീസ് എന്നാൽ എന്താണ്? എപ്പോഴാണ് ഒരു ഹദീസ് സഹീഹും ഹസനും ലൈഫും ഒക്കെയായി മാറുക? അതിന്റെ നിയമം എന്താണ്? മാനദണ്ഡം എന്താണ്? അതൊക്കെ പണ്ഡിതന്മാർ, ഈ ഉസൂലിന്റെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ടാണ് ഹദീസിന്റെ ലോഫും സിഹത്തും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ആ മാനദണ്ഡ പ്രകാരം ഒരു ഹദീസിനെ സംബന്ധിച്ച് സഹീഹ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹസനുൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലഈഫുൻ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നിയമം എന്ത്? എപ്പോഴാണ് ഹദീസ് സഹീഹും ലഈഫുമാകുന്നത് എന്നതിന്റെ പുറമെ അങ്ങനെ ലഈഫും സഹീഹുമായാൽ അതിന്റെ നിയമം എന്ത്? ഒരു ഹദീസ് ലഈഫായി വന്നാൽ അതിന്റെ നിയമം എന്താ? അല്ലെങ്കിൽ സഹീഹായി വന്നാൽ അതിന്റെ നിയമം എന്താ? അതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് സഹീഹും ലഈഫും ആവുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അങ്ങനെ സഹീഹോ ലഈഫോ ആയി വന്നാൽ അതിന്റെ നിലവാരമെന്ത്, അതിന്റെ നിയമമെന്ത്, അതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പരിഗണിക്കണം. ലഈഫാക്കാനും സഹീഹാക്കാനും അവർ പറഞ്ഞ മാനദണ്ഡങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സഹീഹും ലഈഫും എന്ന് പറയുകയും നിയമം അത് നമ്മൾ സ്വന്തം തീരുമാനിക്കുകയും ചെയ്യുക, അത് കാപട്യമാണ്. അത് നടക്കുകയില്ല. സഹീഹാവാനും ലഈഫാവാനുമുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പറഞ്ഞ അതേ പണ്ഡിതന്മാർ തന്നെ അതിന്റെ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ജയ്യിദ് എന്ന് പറഞ്ഞ ഹദീസുകൾ ഒക്കെ മാറ്റിവെച്ചാൽ തന്നെ വെറും ലഈഫായ ഹദീസുകൾ മാത്രം നമ്മൾ പരിഗണിച്ചു എന്ന് കൂട്ടാം. വെറും ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ലഈഫായ റിപ്പോർട്ടുകൾ മാത്രം നമ്മൾ ഇങ്ങോട്ട് പരിഗണിച്ചു എന്ന് കൂട്ടാം. എന്നാൽ തന്നെ ഈ ഹദീസുകളൊക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അത് ഹസനുൽ ഗൈരിഹി എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഉയരും. അപ്പോഴും വിഷയം സ്ഥിരപ്പെടും. ഇനി അതുമില്ലെന്ന് കൂട്ടാം. അതുമില്ല, ഒരു ലഈഫായ ഹദീസ് മാത്രമേ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളൂ എന്ന് നമ്മൾ അങ്ങോട്ട് പരിഗണിക്കാം. എന്നാലോ ബാക്കിയുള്ളപ്പോ ഈ പറഞ്ഞ സ്വീകാര്യയോഗ്യമായ ഹദീസുകളൊക്കെ മാറ്റിവെച്ചു. ഈ വിഷയത്തിൽ ലഈഫായ ഒരേ ഒരു ഹദീസേ വന്നിട്ടുള്ളൂ എന്ന് നമ്മൾ വെറുതെ അങ്ങോട്ട് സങ്കല്പിക്കുക. എന്നാ തന്നെ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് അത് പരിശോധിക്കണം. എന്താ അവര് പറഞ്ഞിട്ടുള്ളത്? വളർബുൻ ലാ യകൂനു റാവിഹി മുത്തഹമൻ ബിൽ വളഇ വൈറ അന്നഹു ഉരിഫ ബിസൂഇൽ ഹിഫ്ളി വകസറത്തിൽ ഗലതി. ഹദീസ് ലഈഫാവാനുള്ള കാരണം പറയാണ്. അതായത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാര് കള്ളം പറയുന്ന ആളുകളല്ല, അവർ നുണ പറയുന്നവരൊന്നുമല്ല, വളവ് കൊണ്ട് ആരോപിക്കപ്പെട്ട ആളുകളല്ല. അതേസമയം അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് കുറവുള്ള ആളുകളാണ്. ഓർമ്മക്ക് കുറവുള്ള ആളുകൾ ആ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിലുണ്ട്. വകസറത്തിൽ ഗലതി, ധാരാളമായി പിഴവ് സംഭവിക്കുന്ന ആളുകളാണ്. ഓർമ്മക്കുറവ് സംഭവിക്കുമ്പോൾ എന്തായിരിക്കും? ധാരാളമായി പിഴവ് സംഭവിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടർമാര് എന്തുണ്ട്? മജ്ഹൂലായ അവ്യക്തമായ ആളുകളുണ്ട്. കൃത്യമായി അദ്ദേഹത്തിന്റെ അദാലത്ത് സ്ഥിരപ്പെട്ട ആളുകളല്ല. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹദീസ് സ്വീകരിക്കാൻ സഹിയാവാൻ ആവശ്യമായ തെളിവിന് സഹിയാവാൻ ആവശ്യമായ ഷർത്തുകളൊക്കെയും പൂർണ്ണാർത്ഥത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളല്ലാതെ വന്നാൽ ഫഹാദർബു മിനൽ അഹാദീസി, ഈ ഗണത്തിൽപ്പെട്ട ഹദീസുകൾ ഏതാണ് ഗണം? ഏത് ഗണത്തിൽപ്പെട്ട ഹദീസ്? ഓർമ്മ കുറവ് കാരണം ധാരാളമായി തെറ്റുകൾ സംഭവിക്കുന്ന, അബദ്ധങ്ങൾ തെറ്റുകൾ സംഭവിക്കുന്ന റിപ്പോർട്ടർമാർ പറയുന്ന ഹദീസുകൾ, ആ ഹദീസുകളൊക്കെ ലാ യകൂനു മുസ്തഅമലൻ ഫിൽ അഹ്കാമി, ഹുക്മുകളിൽ നിയമങ്ങൾ പറയുന്നിടത്ത് തെളിവാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.
വിധിവിലക്കുകൾ കൽപ്പിക്കുന്നിടത്ത്, ഫിഖ്ഹിന്റെ നിയമങ്ങൾ കൽപ്പിക്കുന്നിടത്ത് അത്തരം ലൈഫായ ഹദീസുകൾ തെളിവാക്കാൻ പാടില്ല എന്നിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നു, വഖദ് യുസ്തഅമലു, ഈ ഹദീസുകളെ ഉപയോഗിക്കപ്പെടുന്നു, ഫിദ്ദഅവാതി വത്തർഗീബി വത്തർഹീബി വത്തഫ്സീരി വൽ മഗാസി ഫീമാ ലാ യതഅല്ലഖു ബിഹി ഹുക്മുൻ, നിയമങ്ങളല്ലാത്ത അത് ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ശിക്ഷയെ പേടിപ്പിക്കുക, അതുപോലെ തഫ്സീർ, ചരിത്രങ്ങൾ തുടങ്ങി ദഅവാത്തുകൾ പോലെയുള്ള വിഷയത്തിലൊക്കെ എന്ത് ചെയ്യും, അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയുടെ മുഖദ്ദിമയിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തന്നെ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി, വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്, ബുഖാരിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പേരാണത്. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി എന്നവരിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നു, ഇദാ റുവീന ഫിസ്സവാബി വൽ ഇഖാബി വഫളായിലിൽ അഅമാലി തസാഹൽനാ ഫിൽ അഹാദീസി ഫിൽ അസാനീദി വതസാമഹ്നാ. ഫളായിലുകൾ, പ്രതിഫലങ്ങൾ, ശിക്ഷകൾ, സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, പുണ്യങ്ങൾ പറയുക തുടങ്ങിയുള്ള വിഷയത്തിലൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തസാഹൽനാ ഫിൽ അസാനീദി, സനദിന്റെ കാര്യത്തിൽ കർക്കശമായ നിലവാരമില്ല, അവസ്ഥയില്ല. സനദിന്റെ കാര്യത്തിൽ കർക്കശമായ നിയമം സ്വീകരിക്കുകയില്ല. വതസാമഹന, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ചില വിട്ടുവീഴ്ചകൾ ചെയ്യും. അഥവാ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ശ്രേഷ്ഠതകൾ, അതുപോലെ സവാബ് ഇഖാബ്, പ്രതിഫലം, ശിക്ഷ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതായത് നിയമങ്ങളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ സനദിൽ നിയമങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്കുണ്ടാവേണ്ടുന്ന സനദിന്റെ ശക്തി ഇതിനാവശ്യമില്ല. ഇതാരാ പറയുന്നത്? സമസ്തക്കാർ പറഞ്ഞതല്ല. ഇതാരാ പറയുന്നത്? ഹദീസിന്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും യോഗ്യരായി മുസ്ലിം സമൂഹം അംഗീകരിച്ചു വന്ന മഹത്തുക്കളായ മുഹദ്ദിസീങ്ങളും നുക്കാദുമായ ഇമാമിങ്ങൾ അത് പറയുന്നത്. ഇതെവിടെ കൊണ്ടുപോയി വെക്കും? ലൈഫാണ്, എന്നാ പിന്നെ തള്ളണം. ആരാ ഇതിവിടെ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് തോന്നിവാസം പറഞ്ഞുകൊണ്ട് ഹദീസുകളെ കൊണ്ട് അമ്മാനമാടുക, ഇതിന്റെ പേര് ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നാണോ? ഈ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ വിഷയം കൈകാര്യം ചെയ്യാനും പറയാനും യോഗ്യരായ ഇമാമിയങ്ങളുണ്ട്, പണ്ഡിത മഹത്തുക്കളുണ്ട്, മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചു വന്ന ആളുകളുണ്ട്. അവരെന്താ പറഞ്ഞത് അവിടെയാണ് നമ്മൾ നിൽക്കുള്ളൂ. ഓരോരുത്തർക്കും പ്രസംഗിക്കണം, അതിന് സ്റ്റേജ് വേണം, അതിന് വിഷയങ്ങൾ ഉണ്ടാക്കണം. അതിനെന്താ വഴി? മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിഷേധിക്കുക, അപ്പോൾ ഹദീസിലുള്ളതോ അത് ലൈഫാക്കുക. ഇത് ഇത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല. ഈ ഇസ്ലാഹി വണ്ണിനൊന്ന് മൂക്കയറിടണം. അയാളിങ്ങനെ ഓരോന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ് കഴിഞ്ഞിട്ട് നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിൽ വരിക, ചോദിക്കുക. ഇപ്പോ ഇങ്ങനെ PM അടിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇത് തുടർന്നാൽ നിനക്ക് മൂക്കയറിടും. പിന്നെ അപ്പോ ഹദീസുകൾ സ്വീകരിക്കേണ്ടുന്ന വിഷയങ്ങൾക്കനുസരിച്ച് ഹദീസിന്റെ സ്വീകാര്യത വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഒരു ഉദാഹരണം വായിച്ചതാണ്, സമയം നീണ്ടു പോകണ്ട എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ്. എല്ലാ പണ്ഡിതന്മാരും ഇക്കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ ആകത്തുക, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന് ഒരു തകരാറുമില്ല, അത് സ്വീകാര്യയോഗ്യമാണ്. ആ ഹദീസിൽ ശഅബാൻ 15 രാത്രിയുടെ മഹത്വം സ്ഥിരപ്പെട്ടതാണ്, സ്വീകാര്യയോഗ്യമായ തെളിവിന് പറ്റുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, ആ ഹദീസും ഹസനിന്റെ നിലവാരമുള്ളതാണ്, അതും തെളിവിന് പറ്റുന്നതാണ്. മറ്റു ചില മുർസലായ റിവായത്തുകൾ അത് ജയ്യിദുനെന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുള്ളതാണ്, അതും തെളിവിന് പറ്റുന്നതാണ്. പിന്നെ ദഈഫായ കുറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ദഈഫായ റിപ്പോർട്ടുകൾ ഒക്കെ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം അത് ശക്തി പകർന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം കൂടി കൂടുമ്പോൾ അതിന് ഹസനുൽ ഗൈരിഹി എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ഉയരുന്നതാണ്. അപ്പോഴും അത് തെളിവിന് പറ്റുന്നതാണ്. ഇനി അതും ഇല്ല എന്ന് കൂട്ട ഒരു ദഈഫായ ഹദീസ് മാത്രമേ വിഷയത്തിൽ വന്നിട്ടുള്ളൂ എങ്കിൽ ഇത് ഫളായിലുകളിൽപ്പെട്ട വിഷയമാണ്, ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറയുന്ന വിഷയമാണ്, നിയമങ്ങൾ കൽപ്പിക്കുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ട് ഹദീസിന്റെ നിദാന ശാസ്ത്ര പ്രകാരം പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചത് പ്രകാരം ഈ ഹദീസ് ലഈഫായ ഒരു
ഒരു ഹദീസ് മാത്രമേ ഉള്ളൂ എന്നാൽ പോലും ഇത് ഈ വിഷയത്തിൽ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതാണ്. അതേ സ്ഥാനത്ത് സ്വീകാര്യയോഗ്യമായ പല റിപ്പോർട്ടുകളാലും സ്ഥിരപ്പെട്ട ഈ ഒരു വസ്തുതയെ, ഈ ഒരു വിഷയത്തെ നിരാകരിക്കുന്നതും നിഷേധിക്കുന്നതും അത് ഈമാനിന് ചേർന്നതല്ല. ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, അല്ലാത്തത് മുടക്കുക എന്ന പണി, ആളുകൾ ചെയ്യുന്നതിനെ മുടക്കുക എന്ന പണി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗകൻ ഇടക്കിടക്ക് വല്ലാതെ വിലപിക്കുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മുടക്കുകയാണ് എന്ന് നമ്മളെ സംബന്ധിച്ച് ആരോപിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മുടക്കുന്ന ആളുകളാണെന്ന് അവരെ സംബന്ധിച്ച് നമ്മൾ ആരോപിക്കുന്നുണ്ട് അത്രേ. അത് മാത്രമല്ല, നിങ്ങൾ കൊടും വഞ്ചകരാണെന്ന് കൂടിയാണ് ആരോപിക്കുന്നത്. അതാണ് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. ഇത്രയും സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായിരിക്കെ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ അതൊന്നും പഠിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ചില ലൈഫായ ഹദീസ് റിപ്പോർട്ടുകൾ മാത്രം എടുത്തു കാണിക്കുക. എന്നിട്ടോ അതൊക്കെ ലൈഫാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശഅബാൻ 15 രാത്രിക്ക് യാതൊരു മഹത്വമല്ല. എന്നാൽ ലൈഫാണെന്ന് കൂട്ടുക, എന്നാൽ തന്നെ അതിന് നിയമം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടില്ലേ, അതും അവഗണിച്ചു. അതിന്റെ ഒക്കെ പേര് ഒന്നുകിൽ വിവരക്കേട് അല്ലെങ്കിൽ കൊടും വഞ്ചന എന്നാണ്. ആരോപണങ്ങൾ വെറുതെ നടത്തുന്നതല്ല, ആരോപിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്താൽ ആളുകൾ ആരോപിക്കും. അത് ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വിഷയം അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടതാണ്. ആ രാത്രിക്ക് മഹത്വമുണ്ട്, ഒരിക്കലും അത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി പിന്നെ മൂപ്പർ അവസാനം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇനി മഹത്വം ഉണ്ടെന്ന് കൂട്ടുക, എന്നാൽ തന്നെ മുശ്രിക്കിനും മുഷാഹിനും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് പ്രത്യേക അമലുകളൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് ചെയ്യൽ വിദഅത്താണ്. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തത്തിന്റെ ഓക്ക്? അമലുകളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെന്താ, പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് പുറത്തു കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ മൂപ്പർ ഔദാര്യപ്രകാരം അങ്ങോട്ട് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ അത് വിശ്വസിക്കാം, വിരോധമല്ല. പക്ഷെ അന്ന് കുറച്ചോനെ പുറത്തു തരണേ എന്ന് പറയാനോ അല്ലെങ്കിൽ അന്ന് അത് ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും അമലുകൾ ചെയ്യാനോ അതൊന്നും പാടില്ല. എന്തെന്ന് അതിനൊക്കെ പറയുക? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശഅബാൻ 15 രാത്രിക്ക് മഹത്വമുണ്ടോ? ഉണ്ട് എന്ന് മൂപ്പർ അവസാനം സമ്മതിച്ചു. ഉണ്ട്. എന്താണ് മഹത്വം? അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുള്ള രാത്രിയാണ്. അതെ, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ ആ രാത്രിക്ക് മഹത്വമുണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ നമുക്കത് ആഗ്രഹിക്കാൻ പറ്റുമോ? അല്ലാഹു തആല ഇന്ന് പുറത്തു കൊടുക്കുന്ന രാത്രിയാണല്ലോ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേന്ന് നമ്മളെ മനസ്സിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? പറ്റും. അത് മനസ്സുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം. ശഅബാൻ 15 രാത്രിയാണ്, പടച്ചോനെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുന്നവനാണ്, എനിക്കും നീ പുറത്തു തരണേ, അഥവാ നീ പുറത്തു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റും. അത് നാവ് കൊണ്ട് പറഞ്ഞാലോ ദീനിൽ നിന്ന് പുറത്തായി. അത് നാവ് കൊണ്ട് പറഞ്ഞാലോ ബിദ്അത്തായി പോയി, അല്ലെ? അർഹതയില്ലാത്തവർ ഹദീസ് കൈകാര്യം ചെയ്തതിന്റെ ഗുണങ്ങളാണ് ഇതൊക്കെ. കണ്ടുപിടുത്തത്തിന്റെ, എൽമിന്റെ ആഴത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ഊക്കാണ് കാണുന്നതൊക്കെ. മനസ്സിൽ വിശ്വസിക്കാം, അത് ഉണ്ട് എന്ന് നാവുകൊണ്ട് പറയാം. അതല്ല മൂപ്പര് സമ്മതിച്ചത്, പ്രസംഗിച്ചപ്പോ പറഞ്ഞത്. പിന്നെ അത് ആഗ്രഹിക്കുകയും ചെയ്യാം. അത് പടച്ചോനെ എനിക്ക് പുറത്തു തരണേന്നങ്ങാനം അന്ന് രാത്രി പറഞ്ഞാലോ നരകത്തിൽ പോയി. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എവിടേക്കായി കൗമ് പോകുന്നത്? എന്തിലേക്ക് അവരാളെ ക്ഷണിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച റിപ്പോർട്ടുകളിൽ ചില രൂപത്തിലൊക്കെ ചില അമലുകളൊക്കെ വന്നിട്ടുണ്ട്. ആ രാത്രിക്ക് മഹത്വമുണ്ടെങ്കിൽ ആ മഹത്വം അല്ലെങ്കിൽ അന്നുള്ള മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ കാരുണ്യം വരും, റഹ്മത്ത് കിട്ടണമെങ്കിലോ അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴല്ലേ കാരുണ്യം കിട്ടൽ. ഇപ്പൊ ഉദാഹരണമായി വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ നഫഹാത്തുകൾ, അവന്റെ കാരുണ്യത്തിൽ അവന്റെ പാരിതോഷികം, സമ്മാനങ്ങൾ നൽകപ്പെടുന്ന ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളൊക്കെയുണ്ട്. അക്കൂട്ടത്തിൽ ഒരു നഫഹത്താണ് ഏത്? വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഇജാബത്തുള്ള ഏതുണ്ട്? ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. അള്ളാഹുവിന്റെ നഫഹത്ത് ലഭിക്കുന്ന, സമ്മാനം കിട്ടുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചോദിക്കണമെന്ന് തന്നെ, ചോദിച്ചു നേടണമെന്ന് തന്നെ, അല്ലേ? അതുപോലെ ലൈലത്തുൽ ഖദ്റിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ മഹത്വം നേടാൻ വേണ്ടി ഇവൻ ശ്രമിക്കണമെന്ന് തന്നെ. അതുപോലെ തന്നെയല്ലേ എല്ലാ മഹത്വങ്ങളെ കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പറയാനുള്ളത്? എല്ലാ മഹത്വങ്ങളും അങ്ങനെ തന്നെ. മഹത്വമുണ്ടെന്ന് പറഞ്ഞാൽ അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും,
കാലം എപ്പോഴും നിങ്ങൾ ഖൈർ ചെയ്തുകൊണ്ടിരിക്കണം, നന്മകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ റഹ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രത്യേകമായ പാരിതോഷികങ്ങൾ നൽകപ്പെടുമ്പോൾ അതിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടണം. തഅറളു, അതിലേക്ക് നിങ്ങൾ തല കാണിക്കണം, പ്രത്യക്ഷപ്പെടണം. എന്താണ് പറയുന്നത്? അതെന്താണ് പറയുന്നത്? അതിലേക്ക് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് നേടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് തന്നെ. അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ അള്ളാഹു നൽകും. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അള്ളാഹു തആല നൽകുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിലേക്ക് നിങ്ങൾ തഅറുലാവണം. അതിലേക്ക് തഅറുലാവ എന്ന് പറഞ്ഞാൽ അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. പുറത്തു കൊടുക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും അത് ആഗ്രഹിക്കുകയും പടച്ചവനെ എനിക്കിനി പുറത്തു തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്താൽ ദീനിന്ന് പുറത്താണെന്നല്ല അതിന്റെ അർത്ഥം, അത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. സാധിക്കുന്ന മറ്റ് അമലുകളൊക്കെയും ചെയ്യാം. അത് ഖുർആൻ ഓതിയും കൊണ്ടാവാം, സ്വലാത്ത് ചൊല്ലിയിട്ടാവാം, ദിക്ർ ചൊല്ലിയും കൊണ്ടാവാം, നമസ്കരിച്ചുകൊണ്ടാവാം. ഏതൊക്കെ സൽക്കർമ്മങ്ങളാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തണമെന്നാണ് ആ പറഞ്ഞതിന്റെ ആകത്തുക. എന്നാൽ പണ്ഡിതന്മാരിൽ ചില ആളുകൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ശഅബാൻ 15 രാത്രിയിൽ 100 റക്അത്ത് നമസ്കരിക്കുക എന്ന ഒരു ഏർപ്പാടിനെ നിശിതമായി വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇത് എടുത്തുദ്ധരിച്ചുകൊണ്ട് ആ ദേഹം കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ശഅബാൻ 15 രാത്രിക്ക് യാതൊരു മഹത്വമല്ല എന്ന് വരുത്താനാണ്. 100 റക്അത്ത് നമസ്കരിക്കുക, ശഅബാൻ 15 രാത്രിയിൽ 100 റക്അത്ത് നമസ്കരിക്കുക എന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് ഇമാം നവവി വിമർശിച്ചു. അതെടുത്തു വെച്ചുകൊണ്ട് മൂപ്പര് കണ്ടുപിടിക്കുന്നത് എന്താ? കണ്ടില്ലേ, ശഅബാൻ 15 രാത്രിക്ക് യാതൊരു മഹത്വമല്ല. ഇതിനൊക്കെ എന്തെന്നാ പേര് കൊടുക്കുക? ശഅബാൻ 15 രാത്രിക്ക് മഹത്വമില്ല എന്ന് അതിന് കണ്ടുപിടിക്കുന്നത്. കാരണം അതാണ് മൂപ്പർക്ക് ആവശ്യം, അതാണ് മൂപ്പരുടെ ജോലി. ഇബ്ലീസിന്റെ പണി ഓരോരുത്തരും അങ്ങോട്ട് ഏറ്റെടുത്താലോ? ഇബ്ലീസിന്റെ പണി ഇബ്ലീസ് ചെയ്തോളും. അത് നമ്മൾ ആരും ഏറ്റെടുക്കാൻ പോകുന്നത് നല്ലതല്ലല്ലോ. ഇബ്ലീസിന് തൊഴിലില്ലാണ്ടായ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ശഅബാൻ 15 രാത്രിയിൽ പ്രത്യേകമായി 100 റക്അത്ത് നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടിനെയാണ് പണ്ഡിതന്മാർ വിമർശിച്ചത്. അതായത് റവാത്തിബ് സുന്നത്തുകളെ പോലെ, മുഅക്കത്തായ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെ പോലെ. ഉദാഹരണമായിട്ട് തറാവിഹ് നമസ്കാരം 20 റക്അത്ത്, അത് നിശ്ചിത സമയം മുതൽ നിശ്ചിത സമയം വരെ ഉള്ളതാണ്. അതിന് നിശ്ചിത സമയമുണ്ട്, രൂപമുണ്ട്, അതിന് നിശ്ചിത എണ്ണമുണ്ട്, കണക്കുകളുണ്ട്. അതുപോലെ തന്നെ വിത്ർ നമസ്കാരം 11 റക്അത്ത്, അതിന് നിശ്ചിത സമയമുണ്ട്, അതിന് പ്രത്യേക പേരുണ്ട്, പ്രത്യേക എണ്ണമുണ്ട്, ഒരു നിശ്ചിത രൂപം അതിനുണ്ട്. ദുഹാ നമസ്കാരം 8 റക്അത്ത്. ഇങ്ങനെ തുടങ്ങി മുഅക്കത്തായ വഖ്ത് നിശ്ചയിക്കപ്പെട്ട, പ്രത്യേകം പരിധികളും എണ്ണങ്ങളും നിശ്ചയിക്കപ്പെട്ട വാരിദായ നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങൾ അത് അടിസ്ഥാനപരമായി സ്ഥിരപ്പെടേണ്ട രൂപത്തിൽ തന്നെ സ്ഥിരപ്പെടണം. അതേസമയം ആ രൂപത്തിൽ ഉദാഹരണമായി ശഅബാൻ 15 രാത്രിയിൽ 100 റക്അത്ത് ഇന്ന സമയം മുതൽ ഇന്ന സമയത്തിന്റെ ഇടയിലായി 100 റക്അത്ത് ഇന്ന രൂപത്തിൽ നമസ്കരിച്ചിരിക്കണം, അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. മുഅക്കത്തായ സുന്നത്തുകളെ പോലെ പ്രത്യേകം സുന്നത്തുകൾ ഉണ്ടാക്കാൻ പാടില്ല, അത് തെറ്റാണ്, ബിദ്അത്താണ് എന്നാണ് പറയുന്നത്. എന്നല്ലാതെ ശഅബാൻ 15 രാത്രിയിൽ ആരെങ്കിലും പള്ളിയിൽ പോവുക അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ടോ നിസ്കരിച്ചു പോയ ബിദ്അത്തായി നരകത്തിൽ പോയി എന്നല്ല പറഞ്ഞത്. അതല്ല പറഞ്ഞത്. ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത് അതൊക്കെ മഹാന്മാരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ച ഇദ്ദേഹം, ശഅബാൻ 15 മഹത്വം നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ച അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം നവവിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് നിഷേധിക്കാനൊക്കെ വല്ലാതെ അതിന് ഊക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇമാം നവവി തന്നെ പറഞ്ഞതാണ് ഞാൻ നേരത്തെ വായിച്ചത്. ഹദീസ് ലൈഫായി വന്ന അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്ത നിയമങ്ങൾ അത് ഇമാം നവവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇമാമിങ്ങളുടെ പേരിൽ സംസാരിക്കാൻ പാടില്ല. അപ്പോ ഒരു നിശ്ചിത എണ്ണത്തിലും രൂപത്തിലും നാമത്തിലും മുഅക്കത്തായ മറ്റു സുന്നത്തുകൾ നമസ്കാരങ്ങളെ പോലെ പ്രത്യേകമായി നമസ്കാരങ്ങളെ ഇബാദത്തുകളെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം നവവി പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല.
അതേസമയം ഷാബാൻ 15 രാത്രിക്ക് മഹത്വമുണ്ടെന്ന കാരണത്താൽ ആ പുണ്യം നേടാൻ വേണ്ടി ഒരാൾ ദുആ ചെയ്യുകയോ ഖുർആൻ ഓതുകയോ അയാളെ കൊണ്ട് കഴിയുന്ന എണ്ണത്തിലോ രൂപത്തിലോ സലാത്ത് ചൊല്ലുകയോ നമസ്കരിക്കുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് ഇമാം നവവി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചത് അടിസ്ഥാനപരമായി ദീൻ ഓതി പഠിക്കാത്തതിന്റെ കുറവാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശപരമാണെന്ന് അതിനെ സംബന്ധിച്ചൊക്കെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് അന്ന് നമുക്ക് കഴിയുന്ന വിധത്തിലൊക്കെ എന്താക്കാം, നമസ്കരിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് തന്നെ വന്ന ഒരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ നിന്ന് ഫാതാല സുജൂദ, ദീർഘനേരം സുജൂദിൽ കിടന്നു. ഹത്താ ലനന്തു അന്നഹു ഖദ് ഖുബിള, റസൂലുള്ളാഹി വഫാത്തായി പോയി എന്ന് ഞാൻ എന്ത് ചെയ്തു സംശയിച്ചു പോവുകയും ചെയ്തു. റസൂലുള്ളാഹി വഫാത്തായോ എന്ന് ഞാൻ സംശയിച്ചു, അത്രയും അധികം നേരം സുജൂദിൽ അനങ്ങാതെ കിടന്നു എന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ട്. അങ്ങനെ റസൂലുള്ളാഹി നമസ്കാരമൊക്കെ കഴിഞ്ഞു എന്നോട് ചോദിച്ചു, ഏതാണ് ഈ രാത്രി എന്ന് നിനക്കറിയോ? ഇത് ശഅബാൻ 15 രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ എന്ത് ചെയ്യും? ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന, ഇസ്തിഗ്ഫാർ പൊറുക്കൽ തേടുന്നവർക്ക് പൊറുത്തു കൊടുക്കും. വയർഹമുൽ മുസ്തർഹിമീന, റഹ്മത്ത് തേടുന്നവർക്ക് റഹ്മത്ത് ചെയ്യും എന്നൊക്കെ റസൂലുള്ളാഹി പറയുകയും ചെയ്തു. ഇത് ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി പറഞ്ഞത് ഹാദാ മുർസലുൻ ജയ്യിദുൻ, ഇത് മുർസലാണ് അഥവാ മുങ്കത്തിയാന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മുർസലാണെങ്കിലും അഥവാ മുങ്കത്തിയാണെങ്കിലും ജയ്യിദുൻ, ഇത് ജയ്യിദാണ്, ലഈഫല്ല, അഥവാ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ യോഗ്യമാണ് എന്നാണ് ആ പറഞ്ഞത്, എന്നാണ് ഇമാം ബൈഹഖി അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോ ഈ റിപ്പോർട്ടിനെ പരിഗണിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അടിസ്ഥാനപരമായ നിലപാടുകൾ ഞാൻ വിശദീകരിച്ചു, അത് പ്രകാരം ഈ റിപ്പോർട്ടിനെ ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടാവുന്നതാണ്. അത് പ്രകാരം എന്ത് ചെയ്യാം? റസൂലുള്ളാഹി നമസ്കരിച്ചതാണോ കാണുന്നത് എന്നിട്ട് എന്ത് പറഞ്ഞു? മിണ്ടാതെ ഇറങ്ങിപ്പോ ഒരു ഭാഗത്ത് കിടന്നുറങ്ങണമെന്നല്ല. ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. അപ്പൊ തേടണം, പടച്ചോനെ പുറത്തു തരണേന്ന് പറയണം, പടച്ചോനെ കരുണ ചെയ്യണമെന്ന് പറയണം, അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് അതിൽ പഠിപ്പിച്ചത്. അപ്പൊ അതൊക്കെ വന്നിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ സ്വീകരിക്കാനുള്ള യോഗ്യത ആ റിപ്പോർട്ടുകൾക്കൊക്കെയുമുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞു തന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി വസ്ത്രം അഴിച്ചു വെച്ചു, അതായത് പുറത്തു പോകുമ്പോഴുന്ന വസ്ത്രം മാറ്റിവെച്ചു. പെട്ടെന്ന് തന്നെ ആ വസ്ത്രം വീണ്ടും എടുത്തിടുകയും പൂർത്തിയാക്കാതെ തന്നെ വീണ്ടും അത് ഉടുക്കുകയും എന്നിട്ട് പുറപ്പെടുകയും ചെയ്തു. ഞാനും ഭയപ്പെട്ടു, റസൂലുള്ളാഹി എവിടേക്കാണ് പോകുന്നത് ഭയപ്പെട്ടു. ഞാനും പിന്നാലെ പോയി. അപ്പോൾ റസൂലുള്ളാഹി ചെന്ന് നിൽക്കുന്നത് ബക്കയിൽ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി, ബക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും ഞാൻ കണ്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോ അത് വേറെ ചില റിപ്പോർട്ടിലും. അപ്പോ ആ റിപ്പോർട്ട് പ്രകാരം മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ശഅബാൻ 15 ആ ദിവസത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും അവർക്ക് പൊറുക്കൽ തേടണമെന്നും ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വരുന്നു. അതും ആ വിഷയത്തിൽ സ്വീകരിക്കാൻ യോഗ്യമാണ്. അപ്പോ മൊത്തത്തിൽ ഈ വിഷയങ്ങളും ഹദീസുകളെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് അടിസ്ഥാനപരമായി അതിന്റെ മഹത്വം സ്വീകാര്യയോഗ്യമായി സ്ഥിരപ്പെട്ടത് തന്നെ. പിന്നെ അന്ന് അമൽ ചെയ്യാൻ പറ്റുമോ? അമൽ ചെയ്യണം. അതെങ്ങനെ, എന്തൊക്കെ ചെയ്യണം? അത് അതിന്റെ രൂപങ്ങളൊക്കെ വിവിധ രൂപത്തിൽ അവിടെ സ്വീകരിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ദീനാണ്, ദീനിന്റെ പുറത്തുള്ള കാര്യങ്ങളല്ല. ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശഅബാൻ 15 രാത്രിയിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും ശഅബാനിൽ എന്ന് പറഞ്ഞല്ലോ. ശഅബാനിൽ ഏത് ദിവസത്തിലാണത് സംഭവിക്കുന്നത്? അത് ഏത് ദിവസത്തിലുമാവാം എന്നാണ് ആ റിപ്പോർട്ടിന്റെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പണ്ഡിതന്മാരായ താബിഈങ്ങളിലും തബഉ താബിഈങ്ങളിലും പെട്ട അതിന് ശേഷമുള്ളവരുമായ പണ്ഡിതന്മാരായ ആളുകൾ അതിനെ വിശദീകരിച്ച് പറഞ്ഞത് അത് ശഅബാൻ 15 രാത്രിയാണ്. ശഅബാനിൽ എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏത് അമലുകൾ ഉയർത്തപ്പെടുന്നത് അതാണ്. ആ ദിവസത്തിൽ ഉയർത്തപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടാനും കാണിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം, അതായത്
ഷാബാൻ 15 രാത്രിയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നുൽ മുഗീറത്ത് ഇബ്നുൽ അഖ്ലസ് അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ടയാളാണ്. മഹാനവറുകൾ പറയുന്നു, തുഖ്തഉൽ ആജാലു മിൻ ശഅബാന ഇലാ ശഅബാൻ. ഒരു ഷാബാൻ മുതൽക്ക് അടുത്ത ഷാബാൻ വരെയാണ് ഓരോരുത്തരുടെയും ആയുസ് എന്താക്കുന്നത്, കണക്കാക്കപ്പെടുന്നത്. ഒരു ഷാബാൻ മുതൽക്ക് അടുത്ത ഷാബാൻ വരെ. അപ്പൊ ഷാബാനിലാണ് ആയുസ് കണക്കാക്കപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നുൽ മുഗീറ എന്നവർ പറയുന്നു. അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ടയാളാണ്. ആ റിപ്പോർട്ടിന് തകരാറൊന്നുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, വൈന്നർ റജുല ലയൻകിഹു, ഒരു മനുഷ്യൻ അവൻ വിവാഹം ചെയ്യുന്നു, വയൂലദുലഹു അവന് മക്കളുണ്ടാകുന്നു, വാസ്തവത്തിൽ അവന്റെ പേരെന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെടേണ്ടുന്ന ആ വർഷം മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ലിസ്റ്റിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അത്താഉ ബിൻ യസാർ എന്നവരൊക്കെ അറിയപ്പെട്ട മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ആളാണ്. മഹാനവറുകൾ പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഷഹ്റിൻ അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാനിൽ നോമ്പ് നോക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ റസൂലുള്ളാഹി നോമ്പ് എടുക്കാറില്ല. വദാലിക, അതിന്റെ കാരണം അന്നഹു തുൻസഖു ഫീഹി ആജാലു മൻ യമൂതു ഫി സനതി, ആ കൊല്ലത്തിൽ മരിക്കുന്ന ആളുകളുടെ അജലുകൾ, ആയുസ് പകർത്തിയെടുക്കപ്പെടുന്നത് ആ ദിവസത്തിലാണ്, ആ മാസത്തിലാണ്. അതുകൊണ്ടാണ് ആ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കാനുണ്ടായ കാരണം എന്ന് അത്താഉ ബിൻ യസാർ എന്നവർ പറഞ്ഞതും കാണാൻ കഴിയും. ഇമാം ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം അബൂയാല റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ആയിഷ റളിയല്ലാഹു അൻഹായെ തൊട്ടും എന്താണത്, അഹബ്ബു ശുഹൂരി ഇലൈക അൻ തസൂമഹു ശഅബാനു, ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കാൻ അങ്ങ് ഇഷ്ടപ്പെടുന്ന ശഅബാൻ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ യക്തുബു അലാ കുല്ലി നഫ്സിൻ മയ്യിതത്തിൻ തിൽക്കസന, ആ കൊല്ലം മരിക്കുന്ന, ആ വർഷത്തിൽ മരിക്കുന്ന ആളുകളുടെ നഫ്സുകളുടെ പേരുകളൊക്കെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത് അന്നാണ്, ആ മാസത്തിലാണ്. ഫാന ഉഹിബ്ബു അൻ യഅതിയനി അജലി വാന സ്വായിമുൻ, എന്റെ ആയുസ് എന്റെ അവസാനം എനിക്ക് വരുമ്പോൾ, എന്റെ അജൽ എനിക്ക് വരുമ്പോൾ ഞാൻ നോമ്പുകാരനായി വരാൻ വേണ്ടി എന്താക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതും അത്ര യോഗ്യമായ റിപ്പോർട്ട് അല്ലെങ്കിലും അതിനും ഈ വിഷയത്തിലൊക്കെ സ്വീകരിക്കാവുന്ന നിലവാരം അതിനുണ്ട്. അങ്ങനെ വിവിധ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോ മൊത്തത്തിൽ ആ ശഅബാൻ മാസത്തിൽ എന്തുണ്ട്, വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും ആ ദിവസത്തിൽ, ആ മാസത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം പല റിപ്പോർട്ടുകളിൽ നിന്നും സ്ഥിരപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇമാം ബൈഹഖി പറയുന്നു, ഫഅമ്മാ സായിറുൽ ഉമൂരി അല്ലത്തി തജ്രി അല ഐദിൽ മലായികത്തി, മലക്കുകളുടെ കയ്യിലൂടെയാണല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലോകത്ത് അല്ലാഹു തആല അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ, മലക്കുകളെ കൊണ്ടാണ്. അല്ലാഹു തആല അവിടെ നേരിട്ട് ഒരു കാര്യം ചെയ്യണില്ലല്ലോ. അല്ലാഹു തആല എന്തെങ്കിലും കാര്യം ഇവിടെ നേരിട്ട് ചെയ്യുന്നുണ്ടോ? ചില ആളുകൾക്കുള്ള വിഷമത, അല്ലാഹ് പോരെ അവന്റെ അടിമക്ക്, പിന്നെന്തിനാ അല്ലാഹു തആല പോരെ അവന്റെ അടിമക്ക് വേറുള്ളവരെന്തിനാ, അള്ളാഹുവിനെന്തിനാ ഒരു അസിസ്റ്റന്റ് എന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കാറുള്ളത്. അള്ളാഹുക്ക് അസിസ്റ്റന്റ് ആവശ്യം ഉണ്ടായിട്ടല്ല, നിനക്കതിന്റെ ആവശ്യം ഉണ്ടാവുകൊണ്ടാണ്. അള്ളാഹുവിന് അസിസ്റ്റന്റ് ആവശ്യം ഉണ്ടായിട്ടല്ല, അള്ളാഹുവിന് ഒന്നും ഇവിടെ ആവശ്യമില്ല, പിന്നെ നിനക്കതിന്റെ ആവശ്യമുണ്ട്. കാരണം അള്ളാഹു നേരിട്ട് ഇവിടെ കൈകാര്യം ചെയ്താൽ പിന്നെ നീ ഇല്ല, ഈ ലോകവും ഇല്ല. നേരിട്ട് അള്ളാഹുവിന്റെ കൈകാര്യത്തെ താങ്ങാനും വഹിക്കാനുമുള്ള ശേഷി ഈ ലോകത്തിനില്ല. അങ്ങനെ അള്ളാഹു നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഇതൊന്നും ഉണ്ടാവൂല, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ചെയ്യും. അതിനുള്ള യോഗ്യത ഈ സൃഷ്ടികൾക്കില്ല. അതുകൊണ്ട് അവന്റെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു ഇവിടെ ചെയ്യുന്നത് അവന്റെ സൃഷ്ടികളിലൂടെയാണ്, മലായികത്തിലൂടെയും മറ്റുമാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇവിടെ ചെയ്യുന്നത് വാസിത്തയിലൂടെ, അള്ളാഹു നിശ്ചയിച്ച ഇടയാളന്മാരിലൂടെയാണ് അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം നേരിട്ട് അള്ളാഹു ഇവിടെ ചെയ്യുന്നില്ല. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ മലായികത്തിന്റെ കയ്യിലൂടെ ഈ ലോകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അത് മിൻ തദ്ബീരി അഹ്ലിൽ അർളി, ഈ ഭൂമിയിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ തദ്ബീർ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഫഇന്നമാ തുബയ്യനു, അതൊക്കെ വിശദീകരിക്കപ്പെടുന്നത് ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ പകുതിയുടെ രാത്രിയിലാകുന്നു, ശഅബാൻ 15 രാത്രിയിലാകുന്നു. അതൊക്കെ മലായികത്തിന് വിശദീകരിക്കപ്പെടുന്നത് എന്ന് ഇമാം ബൈഹഖി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റളിയല്ലാഹു അൻഹു വകദാ തുറലു ഫീ, അല്ലാഹുവിന്റെ മുന്നിൽ അമലുകൾ കാണിക്കപ്പെടുന്നു പറഞ്ഞല്ലോ.
അള്ളാഹുവിന്റെ മുന്നിൽ അമലുകൾ കാണിക്കപ്പെടുക. അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുന്നത് വിവിധ തരത്തിലാണ്. അതായത് ഓരോ ദിവസവും അതത് ദിവസത്തിന്റെ അമലുകൾ രാവിലെയും വൈകുന്നേരവും വിശദമായി കാണിക്കപ്പെടും. ഓരോ ദിവസത്തെയും അമലുകൾ അതത് ദിവസങ്ങൾ രാവിലെയും വൈകുന്നേരവും മലായിക്കത്ത് കാണിക്കും. അതുപോലെ തന്നെ ഒരു ആഴ്ചയിലെ അമലുകൾ അത് ആഴ്ചയിൽ 2 ദിവസം മൊത്തമായി കാണിക്കപ്പെടും. ഒരാഴ്ചയിലെ അമലുകൾ എന്ന നിലക്ക് അത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൊല്ലത്തെ അമലുകൾ അത് ശഅബാൻ 15 രാത്രിയിൽ കാണിക്കപ്പെടും. ശഅബാൻ 15 രാത്രിയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ അമലുകളൊക്കെ കാണിക്കപ്പെടും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അന്ന് പല കാര്യങ്ങളും കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ വർഷം തുടക്കമാണ്. ഈ റമദാനിനെ എങ്ങനെയൊക്കെ ഓരോരുത്തർ ഉപയോഗപ്പെടുത്തി എന്ന വിഷയങ്ങളും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ അമലുകളുടെ പ്രദർശനമാണ്, കാണിക്കലാണ് ശഅബാനിന്റെ രാത്രിയിൽ നടക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ശഅബാൻ 15 രാത്രിയിലും അമലുകൾ കാണിക്കപ്പെടും. വഫീ ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിലും കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും കാണിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഒരു ആഴ്ചയുടെ കണക്കിലാണ്. രണ്ടാമത് പറഞ്ഞതോ അഥവാ ശഅബാനിലും ലൈലത്തുൽ ഖദറിലൊക്കെ കാണിക്കുന്നുണ്ടോ ബേത്തിബാരി സനത്തി, ഒരു വർഷത്തിന്റെ കണക്കിലാണ്. ഇങ്ങനെയാണ് ആ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇമാം ബൈഹഖി നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം മുല്ലാലിയിൽ കാരി മിർക്കാത്തിൽ പറയുന്നത് വല്ലദി യലൂഹുലി അൽ ആന അന്ന ലൈലത്തുൻ നിസ്ഫി ഹിയ അല്ലതി തുറദു ഫിഹാ അമാലുസ് സനത്തിൽ മാളിയ. കഴിഞ്ഞ ഒരു വർഷത്തെ അമലുകളാണ് ഈ ലൈലത്തുൻ നിസ്ഫി ശഅബാന്റെ പകുതിയിൽ കാണിക്കപ്പെടുന്നത് എന്നാണ് വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുല്ലാലിയിൽ കാരി മിർക്കാത്തിൽ പറയുന്നുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ആ രാത്രിയിൽ പ്രത്യേകമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്തില്ല, യാതൊരു സംശയവും ഇല്ല. അത് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. ഈ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്നതിലോ അതിലും സംശയിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹിബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു ആണ് മുസ്നദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ പല ഉദ്ധരണികളും അദ്ദേഹമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, തന്റെ കിതാബു സുന്നയിൽ പറയാണ്, ഞങ്ങളുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ശരീഖ് ബിൻ അബ്ദില്ല എന്ന് പറയുന്നവർ വന്നു. ശരീഖ് ബിൻ അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ പണ്ഡിതന്മാരിൽ റിപ്പോർട്ടർമാരിൽ വളരെ പ്രഗത്ഭനായി അറിയപ്പെട്ട ഒരാളാണ്. മഹാനവറുകൾ ഞങ്ങളുടെ അടുത്ത് വന്നു, അതായത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. ഫസ്അൽനാഹു, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, അനിൽ ഹദീസി, ഒരു ഹദീസിനെ സംബന്ധിച്ച്, ഏതാണ് ഇന്നല്ലാഹ യൻസിലു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ രാത്രിയുടെ പകുതിയിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, അവന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് പ്രത്യക്ഷപ്പെടുമെന്നും പുറത്തു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് ശരീഖ് ബിൻ അബ്ദില്ല എന്നവരോട് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇന്ന ഖൗമൻ യുൻകിറൂന ഹാദിഹിൽ ഹദീസ, ഒരു കൗമുണ്ട് ഇവിടെ. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചത്, ഇന്ന ഖൗമൻ, ഒരു കൗമ്, യുൻകിറൂന ഹാദിഹിൽ ഹദീസ, ഈ ഹദീസുകളൊക്കെ അവർ നിഷേധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്. കാല, അദ്ദേഹം ചോദിച്ചു, ഫമാ യഖൂലൂന, അവരെന്താ പറയണത്? കുൽന, ഞങ്ങൾ പറഞ്ഞു, യത്അനൂന ഫീഹ, അതിനെ ആക്ഷേപിക്കുകയാണ് അവര്. ആ ഹദീസ് ശരിയല്ല, അത് ലൈഫാണ്, തെളിവിന് പറ്റില്ല, സ്ഥിരപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. ഫഖാല, അപ്പൊ ശരീഖ് ബിൻ അബ്ദില്ല എന്നവർ ഞങ്ങളോട് പറഞ്ഞത്, ഇന്നല്ലദീന ജാഉ ബിഹാദിഹിൽ ഹദീസി, ഈ ശഅബാൻ 15 മഹത്വം പഠിപ്പിച്ച ആളുകളുണ്ടല്ലോ, ആ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പഠിപ്പിച്ചെന്ന ആളുകളുണ്ടല്ലോ, അദ്ദേഹം പറയാണ്, ഈ ഹദീസുകളൊക്കെ കൊണ്ടുവന്ന ആളുകൾ ഹുമുല്ലദീന ജാഉ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ടുവന്നതും അവരെന്നെയാണ്. ശരീഖ് ബിൻ അബ്ദില്ല എന്നവരപ്പോ ഞങ്ങൾക്ക് തന്ന മറുപടി, ഈ ശഅബാൻ 15 മഹത്വം പഠിപ്പിച്ച അതേ ആളുകൾ തന്നെയാണ് ഈ ഖുർആനും നമുക്ക് കൊണ്ടുവന്നു തന്നത്. വബി അന്ന സ്വലവാത്തി ഹംസുൻ, നമസ്കാരം 5 വക്താണെന്നുള്ളതും അതേപോലെ ഹജ്ജ് ചെയ്യണമെന്നും റമളാൻ നോമ്പ് നോക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരെന്നെയാണ്? ഈ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ നമുക്കറിയാൻ ഇവരെ അവലംബിക്കൽ തന്നെ മാറുകയുള്ളൂ. എങ്കിൽ അവർ പറഞ്ഞു തന്നെയാണ് ശഅബാൻ 15 മഹത്വം അറിയിക്കുന്ന ഹദീസും അതും സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളോട് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത് കാണാൻ പറ്റും. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ, ബഹുമാനപ്പെട്ട ഇമാം നവവി ഷറഹുൽ മുഹദ്ദബ് ഉദ്ധരിച്ചുകൊണ്ട് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി 100 റക്അത്ത് നമസ്കരിച്ചതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹം ശഅബാൻ 15 മഹത്വത്തെ നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ നവവി ഇമാം ഷറഹുൽ മുഹദ്ദബ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഈ പാവം ആളുകൾ വിചാരിച്ചോളും ഇത് വലിയ മഹാമഹയാണ് വന്നിട്ടുള്ളത്.
നവവി ഇമാം പറഞ്ഞു, ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് വലിയ കോജയാണെന്ന് വിചാരിച്ചോളും. അതിന് കാട്ടുന്ന ചില അഭിനയങ്ങളാണ് ഇതൊക്കെ. ഇത് ആ സാധുക്കൾക്ക് തിരില്ല, നമുക്ക് തിരിയുമല്ലോ. എന്നാൽ നവവി ഇമാം ഷറഹുൽ മുഹദ്ദബിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആ 100 റക്അത്ത് നമസ്കരിച്ചതിനെ വിമർശിച്ചുകൊണ്ട് നവവി ഇമാം എന്ത് ചെയ്തു? ശഅബാൻ 15 മഹത്വം നിഷേധിച്ചു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചല്ലോ. അതേസമയം ഇമാം നവവി ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഖാല ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഫിൽ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? വബലഗനാ അന്നഹു കാന യുഖാലു ഇന്ന ദുആ യുസ്തജാബു ഫി 5 ലയാലിൻ, 5 ദിവസങ്ങളിൽ ദുആഇന് ഇജാബത്തുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 5 രാത്രികളിൽ ദുആഇന് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആര് പറയാ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ എടുത്തു പറയാൻ. ഏതാണ് 5 രാത്രികൾ? ഫീ ലൈലത്തിൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയുടെ രാത്രി, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, വലൈലത്തിൽ അദ്ഹ, വലിയ പെരുന്നാളിന്റെ രാത്രി, വലൈലത്തിൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ രാത്രി, വഅവ്വലി ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി, അതുപോലെ തന്നെ വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലെ പകുതിയുടെ രാത്രി, ശഅബാൻ 15 രാത്രിയിലും ദുആഇന് ഇജാബത്തുണ്ട്. ഇങ്ങനെ 5 രാത്രികൾക്ക് മഹത്വമുണ്ട്, ഇജാബത്തുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ തന്നെ പറയുന്നുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ടോ ഇത് പഠിക്കാതെയോ നവവി ഇമാമിന്റെ പേരിൽ ശഅബാൻ 15 മഹത്വം നിഷേധിക്കാൻ വേണ്ടി മുതിരുന്നത് വലിയ തെറ്റായിപ്പോയി, വലിയ വഞ്ചനയായിപ്പോയി എന്ന് മിതമായ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ് എന്തെന്ന്? ഈ ചില രാത്രികളിലൊക്കെ മഹാന്മാരായ ആളുകൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. ഈ രാത്രികളിൽ ചെയ്യുന്ന മഹത്വങ്ങളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം നവവി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇനി അതും മാറ്റിവെക്കാം. മഹാന്മാര് പറഞ്ഞതും പണ്ഡിതന്മാര് പറഞ്ഞതൊക്കെ തെളിവിന് പറ്റാത്തതാണല്ലോ ചില ആളുകൾക്ക്. ഷാഫി ഇമാം അദ്ദേഹം അതൊന്നും പറയണില്ല കേട്ടോ. അദ്ദേഹം മഹാന്മാരൊക്കെ നിഷേധിച്ചു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണെന്ന് മാത്രം. ചില ആളുകൾക്ക് മഹാന്മാര് പറഞ്ഞതും പണ്ഡിതന്മാർ പറഞ്ഞതൊക്കെ ദഹനക്കുറവുണ്ടാക്കുന്നത്, അതൊന്നും അവർക്ക് അങ്ങനെ പറ്റില്ല. എന്നാ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞത് നമുക്ക് പറയാലോ. ഇബ്നു തൈമിയ്യ ഒരു വലിയ പണ്ഡിതനാണെന്ന് നമുക്ക് തർക്കമൊന്നുമില്ല, വലിയ പണ്ഡിതൻ തന്നെയാണ്. അതിലൊന്നും നമ്മൾ അങ്ങനെ നിഷേധിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ വേറെ ചില സ്വന്തമായ ചില കാഴ്ചപ്പാടുകളും മുസ്ലിം ഉമ്മത്ത് മൊത്തമായി അംഗീകരിച്ചു വരുന്ന ചില വസ്തുതകൾ അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ചതിലാണ് നമുക്കതുള്ളത്, അദ്ദേഹത്തോട് യോജിപ്പുള്ളത്. എന്നാലും ഇബ്നു തൈമിയ്യ നിഷേധിക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, അദ്ദേഹം പറയാൻ. ആരാ? ഇബ്നു തൈമിയ്യ പറയാൻ. എന്തിന്? ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയാൻ. വമിൻ ഹാദൽ ബാബി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി നാം ഈ സംസാരിച്ചു വരുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. ഫഖദ് റുവിയ, ആരാ പറയണത്? ഇബ്നു തൈമിയ്യ. ഫഖദ് റുവിയ ഫീ ഫളിലിഹാ, ആ ശഅബാൻ 15 രാത്രിയുടെ മഹത്വത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിനൽ അഹാദീസിൽ മർഫൂഅത്തി വൽ ആസാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ശേഷമുള്ള സഹാബിമാര് താബീങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചില റിപ്പോർട്ടുകൾ യഖ്തദി അന്നഹാ ലൈലത്തുൻ മുഫല്ലലത്തുൻ, ആ ശഅബാൻ 15 രാത്രി ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള രാത്രിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ. മാത്രമല്ല വഅന്ന മിനസ് സലഫി മൻ കാന യഖുസുഹാ ബിസ്സലാത്തി ഫീഹാ, ആ ശഅബാൻ 15 രാത്രി പ്രത്യേകമായി നമസ്കരിച്ചിരുന്ന ആളുകൾ സലഫുസ്സാലിഹീങ്ങളിൽ ഉണ്ട്. ആരാ പറയണത്? ഇബ്നു തൈമിയ്യ. മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങളിൽ ആ രാത്രിയിൽ പ്രത്യേകമായി നമസ്കരിച്ചിരുന്ന ആളുകൾ ഉണ്ട് എന്ന കാര്യവും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ ചിലർക്കൊക്കെ അതിൽ എതിരഭിപ്രായമുണ്ട് എന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അദ്ദേഹം അതിങ്ങോട്ട് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പിന്നെ പറയണത് ലാക്കിന്നല്ലതി, കുറെ ആളുകൾ ചില പണ്ഡിതന്മാർ ഇതിനെ വിമർശിച്ചവരുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് എടുത്തു പറഞ്ഞിട്ട് ലാക്കിനില്ലതി അലൈഹി കസീറും മിൻ അഹ്ലിൽ ഇൽമി, പക്ഷെ അധിക പണ്ഡിതന്മാരുടെയും നിലപാട്,
ആരാ പറഞ്ഞ? ഇബ്നു തൈമിയ്യ പറയാണ്. അധിക പണ്ഡിതന്മാരുടെയും നിലപാട് ഔ അക്സരിഹിം അസ്ഹാബിന വഗൈരിഹിം, നമ്മുടെ ഹംബലി മദ്ഹബിലെയും മറ്റുമുള്ള പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷത്തിന്റെയും അക്സറിന്റെയും നിലപാട് അലാ തഫ്ളീലിഹ, കുറെ പണ്ഡിതന്മാരെന്നല്ല അധിക പണ്ഡിതന്മാരുടെയും നിലപാട് അലാ തഫ്ളീലിഹ, ആ രാത്രിക്ക് മഹത്വമുണ്ട് എന്നത് പ്രകാരം തന്നെയാണ്. വഅലൈഹി യദുല്ലു നസ്സു അഹ്മദ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് ഇതിന്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. കാരണം വിവിധ റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ വന്നതുകൊണ്ട്. ആരുടെ റിപ്പോർട്ട്? അൽ വാരിദത്തി ഫീഹ, ഈ രാത്രിയുടെ മഹത്വത്തിൽ വന്നിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ അറിയിക്കുന്നത് കൊണ്ട് തന്നെ അധിക പണ്ഡിതന്മാരും ആ രാത്രിക്ക് മഹത്വമുണ്ട് എന്നതാണ്. വമാ യുസദ്ദിഖു ദാലിക മിനൽ ആസാരി സലഫിയ്യ, ആസാറു സലഫിയ്യ, മുൻഗാമികളായ സലഫുസ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്നും അവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെയായി വന്നിട്ടുള്ളതും ഈ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ മുസ്നദായിട്ടും മറ്റു ചില റിപ്പോർട്ടുകൾ മറ്റു ചില ഗ്രന്ഥങ്ങളിലും മറ്റു ചില റിപ്പോർട്ടുകൾ അല്ലാത്തതും വന്നിട്ടുണ്ട്. ഏതായാലും മൊത്തത്തിൽ വന്നതുകൊണ്ട് തന്നെ ആ രാത്രിക്ക് മഹത്വമുണ്ട് എന്നതാണ് ഹദീസുകളും അറിയിക്കുന്നത്. ആസാറു സലഫിയ, സലഫിയത്തിന്റെയും ആസാറുകളും അതാണ് അറിയിക്കുന്നത്, അവരുടെ വാക്കുകളും പ്രവൃത്തികളും. നിങ്ങൾ നോക്ക്, സലഫികൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ മുന്നിൽ അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി താൻ സലഫിയാണെന്ന് പറഞ്ഞ് നീട്ടിക്കുറുക്കി പ്രസംഗിച്ചാ പോരാ. തങ്ങൾ സലഫികളാണെന്ന് മുൻഗാമികളുടെ അഡ്രസ്സിൽ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോരാ. സലഫികൾ, മഹാന്മാരായ ആസാറു സലഫിയത്ത് അതെന്താണെന്നല്ലേ? ഈ രാത്രിക്ക് മഹത്വമുണ്ടെന്നും അത് അംഗീകരിക്കണമെന്നും അന്ന് ഇബാദത്തുകൾ ചെയ്യണമെന്നും ഇതാണ് മഹാന്മാരിൽ നിന്ന് പലരിൽ നിന്നും വന്നിട്ടുള്ളത്. അധിക പണ്ഡിതന്മാരുടെയും നിലപാടും അതാണ് എന്നാണ് ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞത്, ഷാബാൻ 15 രാത്രിയുള്ള നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും സ്വന്തമായോ ജമാഅത്തായിട്ടോ നിസ്കരിക്കുകയാണെങ്കിൽ ഫഹുവ അഹ്സനു, അത് യാതൊരു തകരാറുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത എണ്ണവും കണക്കും സമയം രൂപമൊക്കെ ഉണ്ടാക്കിയും കൊണ്ടുള്ളത് അതാണ് പാടില്ല എന്ന് പറയേണ്ടത്. ആരെങ്കിലും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തായിട്ടോ ആ രാത്രിയുടെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ കമാ കാന യഫ്അലു തവായിഫു മിനസ് സലഫി, മുൻഗാമികൾ വാടിയും പറഞ്ഞ കണ്ടില്ലേ, സലഫുസ്സാലിഹ്യങ്ങളിൽ നിന്ന് വലിയൊരു പറ്റം, തവായിഫത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പറ്റം എന്നുള്ള അർത്ഥം കിട്ടും. തവായിഫു, വലിയ പറ്റം ആളുകൾ തന്നെ അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ ഫഹുവ അഹ്സനു, അതിന് യാതൊരു വിരോധമില്ല, നല്ല കാര്യമാണ് എന്ന് ഫതാവയിൽ ഇബ്നു തൈമിയ്യ പറയുന്നു. വേറെ സ്ഥലത്ത് പറഞ്ഞത് വഅമ്മാ ലൈലത്തുൻ നിസ്ഫി ഫഖദ് റുവിയ ഫീ ഫളിഹാ ഹദീസു വആസാറുൻ, ഒരുപാട് ഹദീസുകളും ആസാറുകളും വന്നിട്ടുണ്ട്. വനുഖില അൻ ത്വായിഫത്തിൻ മിനസ് സലഫി അന്നഹും ആ രാത്രിയിൽ അവരൊക്കെ നമസ്കരിക്കാറുണ്ട് എന്ന് സലഫുസ്സാലിഹ്യങ്ങളിൽപ്പെട്ട വലിയ ഒരു പറ്റം ആളുകളെ സംബന്ധിച്ചിട്ടും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വിരോധമില്ല എന്നാണ് ഇബ്നു തൈമിയ്യയും പറഞ്ഞു വെച്ചത്. ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു തന്നെയാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും അത് മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളൊക്കെയും അത് അംഗീകരിക്കുകയും പറയുകയും ചെയ്തു തന്നെയാണ്. ആ ഗണത്തിൽ തന്നെയാണ് നാം ചെയ്തു വരുന്ന പ്രവൃത്തികളൊക്കെയും ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. കഴിയുന്ന വിധത്തിലുള്ള അമലുകളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. മരിച്ചുപോയ ആളുകളെ ഓർക്കണം, അതാണ് റസൂലുള്ളാഹിയുടെ ആ പ്രവൃത്തിയിൽ നിന്ന്, അന്ന് രാത്രി പോയി സിയാറത്ത് ചെയ്തതിൽ നിന്ന് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, മയ്യത്തിന് വേണ്ടി ഗുണം കിട്ടുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, ഖുർആൻ ഓതാം, അതുപോലെ തന്നെ സദഖകൾ ചെയ്യാം. അതൊക്കെ അവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി അതിൽപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ട് കാണിച്ചു തന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യാസീൻ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞാൽ യാസീനെ സംബന്ധിച്ച് പല മഹത്വങ്ങളും വന്ന കൂട്ടത്തിൽ യാസീൻ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ ഒരാൾ ഓതുന്നത് ആ കാര്യം നേടും. അത് യാസീന്റെ മഹത്വങ്ങളിൽ പെട്ടതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സ്വലാത്ത് ചെല്ലുക, എന്തെങ്കിലും പ്രത്യേകമായ ഉദ്ദേശമുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നേടാൻ കഴിയും എന്നാണല്ലോ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എന്നതുപോലെയുള്ള ഒരു വിഷയമാണ് യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് യാസീൻ സൂറത്ത് ഓതാം, തനിക്ക് വല്ല ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ. അതിലേതാ ഉദ്ദേശങ്ങൾ പലതും ഉണ്ടാവും ആളുകൾക്ക്. അതിൽ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി യാസീൻ ഓതുക അത് നടക്കൂല. അപ്പൊ തീരെ ഓതലുണ്ടാവൂല വേണ്ടെങ്കിൽ. അതേ സ്ഥാനത്ത് പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക.
അങ്ങനെയുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കൊണ്ടു നടക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റുന്നതാണ്. അത് മഹാന്മാര് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ ആഖിബത്ത് നന്നാവാൻ, ജീവിതത്തിൽ സൗഖ്യമുണ്ടാവാൻ, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കുക, യാസീൻ ഓതാൻ വേണ്ടി മഹത്തുക്കൾ പഠിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ടെങ്കിൽ അത് യാസീന്റെ മഹത്വം സ്ഥിരപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടതാണ്. അത് ഈ ദിവസത്തിന്റെ മഹത്വമുണ്ട്. അതിപ്പോ ബറാഅത്തിന്റെ ദിവസമല്ല, ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ യാസീൻ ഓതുകയാണ്. എന്തിനാ? തന്റെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി, വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കടം വീടാൻ വേണ്ടിയിട്ടാണ്, മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ സംബന്ധിച്ച് വിദായത്ത് എന്ന് പറയില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് അയാൾക്ക് എന്തുണ്ട്, കുറെ കടമുണ്ട്. അപ്പോ ആ കടം വീടാൻ വേണ്ടി എന്ത് ചെയ്തു, ഇയാൾ ഇരുന്ന് ഇങ്ങനെ കുറെ സ്വലാത്ത് ചൊല്ലി, ഏകദേശം 1,00,000 സ്വലാത്തൊക്കെ ആയി. അപ്പൊ എന്ത് കിട്ടും? സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ എന്ത് കിട്ടും? ആവശ്യങ്ങൾ നേടാൻ കഴിയും, വിഷമങ്ങൾ അകന്നു പോകുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇദൻ തുക്ഫ ഹമ്മക്ക യൗഫറുലക ദംബുക, നിന്റെ മുഷിപ്പുകളൊക്കെ ഒഴിവാക്കപ്പെടും, ദോഷങ്ങൾ പുറത്തു കിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ കടം വീടാൻ വേണ്ടി എന്ത് ചെയ്തു, അയാൾ ഇരുന്ന് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ഏകദേശം 1,00,000 സ്വലാത്തൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, അയാളെ കടം വീടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു കൊടുത്തു. അപ്പൊ അയാൾ എന്ത് മനസ്സിലാക്കി, അയാളുടെ അനുഭവത്തിൽ നിന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു, ഏകദേശം 1,00,000 സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ വർദ്ധിപ്പിച്ചാൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് കിട്ടും, ആ കടം വീടാൻ കഴിയും എന്ന ഒരു അനുഭവം അയാൾക്കുണ്ടായി. ഈ അനുഭവം അയാളുടെ സുഹൃത്തിനോട് പറയാണ്. സുഹൃത്തിന് മറ്റൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ കടം തന്നെ ഉണ്ടെന്ന് നോക്കുക. അത് പറഞ്ഞപ്പെടാ, ഞാനിങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ കടം വീടി. എത്ര ചൊല്ലി? ഞാൻ ഇത്രയൊക്കെ ചൊല്ലി, ഞാനിങ്ങനെ എന്ന സമയത്തൊക്കെയാണ് ചെല്ലാറുള്ളത്, എന്റെ സമയം സൗകര്യം അനുസരിച്ച് ഞാൻ ഇത്രയൊക്കെ ചെല്ലാറുള്ളത്, ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലി, എന്നിട്ടോ കടം വീടി. അപ്പോ 1,00,000 സ്വലാത്ത്, ഉദാഹരണമായി പറഞ്ഞ 1,00,000 സ്വലാത്ത് ചെല്ലുമ്പോൾ എന്ത് കിട്ടും? കടം വീടാൻ കഴിയും അല്ലേ? ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ ചിലപ്പോൾ 1,00,000, ചിലപ്പോൾ 50,000. അല്ലാഹു തആല അങ്ങനെ നിശ്ചയിക്കുന്ന ചമാരി പറയും. ഇയാളുടെ അനുഭവം വെച്ചിട്ട് ഇയാൾ ഏകദേശം 1,00,000 സ്വലാത്ത് ചൊല്ലിയപ്പോഴാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ ഏകദേശം 1,00,000 സ്വലാത്ത് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് വെച്ച് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ച പ്രകാരം ചൊല്ലിയാൽ കടം വീടുമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോഴാണ് വേറൊരാൾ അപ്പുറത്തുനിന്ന്, ഖുർആനിലുണ്ടോ സ്വലാത്ത് ചൊല്ലിയാൽ കടം വീടുന്നു? ഖുർആനിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? ഇവനെ എവിടേക്കാ കൊണ്ടുപോകേണ്ടത്? ഇവനെ കൊണ്ടുപോയി തളക്കേണ്ടത് വേറെ ചില സ്ഥലങ്ങളാണ്. അക്കൂട്ടത്തിൽ പെടുത്തിയാൽ മതി ഇതൊക്കെ. യാസീൻ സൂറത്ത് ഓതിയാലോ? യാസീൻ സൂറത്ത് ഓതിയ ആഗ്രഹങ്ങൾ നേടാൻ കഴിയും. കാലത്ത് ഓതിയ വൈകുന്നേരം നേടാൻ പറ്റും, വൈകുന്നേരം ഓതിയാൽ നേരം പുലർന്നിൽ നേടാൻ കഴിയുമെന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ശഅബാനാണ്, അന്ന് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുകയും മലായികത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ആ രാത്രി തുടക്കത്തിൽ തന്നെ മഗ്‌രിബിന്റെ ശേഷം എന്ത് ചെയ്യുക? ഒരാൾ ഇരുന്നിട്ട് കുറെ സ്വലാത്ത് ചൊല്ലുകയാണ്, അല്ലെങ്കിൽ വേറൊരാൾ ഇരുന്നിട്ട് കുറെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് യാസീൻ ഓതുകയാണ്. അതിനെ നിഷേധിക്കേണ്ട ഒരു കാര്യമല്ല. അത് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇയാൾ പറയണ്ടോ എന്നും ശഅബാൻ 15 മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന് പറയണ്ട? അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ 3 മാത്രമേ ഓതാൻ പാടുള്ളൂ എന്നുണ്ട്, അങ്ങനെ ആരും പറയണില്ല. 30 ഓതാൻ കഴിയും, 30 ഓതിക്കോ. അപ്പൊ അതൊന്നും ഇല്ലാത്തത് ഉണ്ടാക്കി വിമർശിക്കുകയല്ലാതെ ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ വകുപ്പില്ല. അതുകൊണ്ടുണ്ടാവുന്ന കുഴപ്പങ്ങളേ ഉള്ളൂ. ഇതിലൊന്നും യാതൊരു തകരാറുമില്ല. അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഷമം ചില ആളുകൾക്ക് നോമ്പെടുക്കാനാണ്. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഗൾഫ് നാടിനെ സംബന്ധിച്ചിടത്തോളം ചൂട് സമയമാണ്, 10-16 മണിക്കൂർ നോമ്പെടുക്കണം. അത് വല്ലാത്ത വിഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ നോമ്പെടുക്കണ്ട, ബാക്കിയുള്ളവരെ നിഷേധിക്കാൻ പോകണ്ടല്ലോ, അതല്ലേ ചെയ്യേണ്ടത്. നോമ്പെടുക്കുന്നത് എന്തിനാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ ഒരു വിഷയം പറഞ്ഞു വെച്ചത് അതെന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ മുന്നിൽ അമലുകൾ കാണിക്കപ്പെടുന്നിടത്തൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ നോമ്പുകാരനായി എന്റെ അമല് കാണിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടില്ലേ? അത് തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ദാനിക യൗമാനി, ആ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ അമലുകൾ കാണിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ എന്റെ അമലുകൾ ഉയർത്തപ്പെടണം. قال ذلك يومان تعرض فيهما الأعمال على رب العالمين وأحب أن يعرض عملي وأنا صائم. നോമ്പുകാരനായിട്ട് എന്റെ അമലുകൾ കാണിക്കപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശഅബാനിലും കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും ഞാൻ നോമ്പുകാരനായ അമലുകൾ കാണിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു.
ഇങ്ങനെ അമലുകൾ കാണിക്കപ്പെടുന്ന രംഗം പറയുന്നിടത്ത് അമല് കാണിക്കുമ്പോൾ നോമ്പുകാരനായി കാണിക്കപ്പെടാൻ ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അതാഗ്രഹിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അമലുകളാണ് കാണിക്കുന്നത്. അതൊരാഴ്ചത്തെ അമലുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തെ അമലുണ്ട്. ഈ കാണിക്കുന്ന ആ സമയത്ത് താൻ നോമ്പുകാരനായിട്ട് കാണിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ, അള്ളാഹു ഔദാര്യവാനല്ലേ? ആ ഒരു സമയത്ത് താൻ നോമ്പുകാരനായി കാണിക്കപ്പെട്ടാൽ തന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്ന് ആഗ്രഹിക്കണമെന്നാണ് റസൂലുള്ള അടിസ്ഥാനപരമായി പഠിപ്പിച്ചത്. അപ്പൊ ശഅബാൻ മാസത്തിൽ കാണിക്കപ്പെടുമെന്ന് വന്നിട്ടുണ്ട്, അത് ഹദീസിൽ തന്നെ വന്നതാണ്. ശഅബാൻ മാസത്തിൽ എന്നാണ്? അത് പല ദിവസങ്ങളിലും ആവാം, സാധ്യതയുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പലരും, നേരത്തെ ഞാൻ വായിച്ചത് പ്രകാരം പണ്ഡിതന്മാർ പലരും പറഞ്ഞു അത് ശഅബാൻ 15 ദിവസമാണെന്ന് പറഞ്ഞു. എങ്കിൽ ആ ഒരു ദിവസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുകയും ആ ഒരു ദിവസത്തിൽ കാണിക്കപ്പെടുമ്പോൾ താൻ നോമ്പുകാരനായി കാണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന് അനിവാര്യമാണ്. അത് റസൂലുള്ളാഹി അതാണ് പഠിപ്പിച്ചത്. ശഅബാൻ മാസത്തിന് പ്രത്യേകമായി നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. ഏത് ദിവസം എല്ലാ ദിവസവും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടാൻ ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും കഴിയോ? അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ആരും ശഅബാൻ 15 മാത്രം നോമ്പെടുക്കണമെന്ന് പറയുന്നവരില്ല. റസൂലുള്ള ചെയ്തതുപോലെ എന്നും നോമ്പെടുക്കാൻ, അല്ലെങ്കിൽ അധിക ദിവസം നോമ്പെടുക്കാൻ കഴിയോ? വളരെ നല്ല കാര്യമാണ്, ചെയ്യണം. ഇനി അങ്ങനല്ല, അത് ഒരു ഇടവിട്ടുകൊണ്ടൊക്കെ കഴിയുള്ളൂ എന്നാ അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ദിവസങ്ങളിലൊക്കെ കഴിയുള്ളൂ, അങ്ങനെ ചെയ്യണം. അക്കൂട്ടത്തിൽ ഏതും പെട്ടു, 15 പെട്ടു, അതിന് 15 അതിന് പുറത്തു പോകില്ലല്ലോ. അപ്പൊ 15 അന്ന് നോമ്പെടുത്തതുകൊണ്ട് ഏതായാലും പുറത്തു പോകില്ല, അക്കാര്യം ഉറപ്പ് തന്നെയാണ്. അതേതായാലും ഉറപ്പ് തന്നെയാണ്. പിന്നെ ശഅബാൻ 15 പ്രത്യേകമായിട്ടുണ്ടോ? അതുണ്ട്. കാരണം ആ ദിവസത്തിന്റെ മഹത്വമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല പണ്ഡിതന്മാരൊക്കെയും പറയുന്നുണ്ട്, പലരും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി അടക്കമുള്ളവർ പറഞ്ഞത് ഞാൻ വായിച്ചു. ശഅബാൻ 15 രാത്രിയിലാണ് ആ കാണിക്കപ്പെടലുണ്ടാകുന്നത്. അപ്പൊ ആ നോമ്പ് അല്ലെങ്കിൽ നോമ്പിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കാണിക്കുക, അത് മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് നിഷേധിക്കാൻ സാധ്യമല്ല. സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നോമ്പുകാരനായി അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടാൻ ആഗ്രഹിക്കുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അമൽ ചെയ്തുകൊണ്ട് കാണിക്കപ്പെടുക എന്നുള്ള അനിവാര്യമായ ഒരു സൽക്കർമ്മം ചെയ്യുന്നവനായി അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുക. അല്ലെങ്കിൽ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മരിച്ചു. അയാൾ വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താ? അയാളെ ഖബറിൽ നിന്ന് യാത്രയാക്കപ്പെടുമ്പോൾ ആ ഇബാദത്തിലായും കൊണ്ടാണ് അയാളെ യാത്രയാക്കപ്പെടുന്നത്. സുജൂദിലായി മരിച്ചാലോ സുജൂദിലായും കൊണ്ടാണ് അവനെ യാത്രയാക്കപ്പെടുന്നത്. ഖുർആൻ ഓതിയും കൊണ്ട് മരിച്ചാലോ ഖുർആൻ ഓതുന്നവനായിട്ടാണ് യാത്ര. ഇത് ആഗ്രഹിക്കേണ്ടതാണ് മനുഷ്യൻ. അതിനുവേണ്ടി ശ്രമിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതുമാണ്, ആഗ്രഹിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുമ്പോൾ സൽക്കർമ്മത്തിലായി കാണിക്കപ്പെടുക, മാസിയത്തിലായി കാണിക്കപ്പെടുക ഏറ്റവും അപകടകരമാണ്. അള്ളാഹു കാക്കട്ടെ. ഒന്നുമില്ലാതെ കാണിക്കപ്പെടാം, എന്തുമാവാം. അതേസമയം സൽക്കർമ്മം ചെയ്തുകൊണ്ട് കാണിക്കപ്പെടുക ഏറ്റവും നല്ലൊരു കാര്യമാണത്. അത് ഖുർആൻ ഓതിയിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ ദിക്ർ ചൊല്ലിയിട്ടോ നോമ്പുകാരനായും കൊണ്ടോ അത് ആഗ്രഹിക്കപ്പെടേണ്ട കാര്യമാണല്ലോ. ഇതൊക്കെ നിഷേധിക്കുക, ഇതൊക്കെ ഇല്ലാതെയാക്കുക, അതൊന്നും ഒരു മുസ്ലിമിന് ഈമാനുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാത്മാർത്ഥതയുള്ള മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല. എന്തിനേയും നിഷേധിക്കുമ്പോൾ വളരെ ഏറെ ആലോചിക്കണം സഹോദരന്മാരെ. നമ്മളിങ്ങനെ നിഷേധിക്കുക, തർക്കിക്കുക, അത് വളരെ എളുപ്പമുണ്ട്. നമ്മൾ ചിലപ്പോൾ പണ്ഡിതനായിട്ട് മറ്റുള്ളവർ ധരിക്കാനൊക്കെ, അപ്പൊ അവരൊക്കെ നമ്മളങ്ങനെ പണ്ഡിതനായിട്ട് കണക്കാക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചരിപ്പൊക്കെ ഇങ്ങനെ കിട്ടും. അതൊക്കെ ഈ ദുനിയാവിലെ ചില സുഖങ്ങളാണ്, ചില താല്പര്യങ്ങളാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലേണ്ടുന്ന ദീനാണിത്. അള്ളാഹുവിന്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ടുന്ന ദീനാണ്. ഇതിനൊക്കെ അപ്പുറം അതാണ് നാം ആലോചിക്കേണ്ടത്. അത് അവിടെ വിജയിക്കാനുള്ള ഏതെങ്കിലും പഴുതുകൾ എങ്ങനെയെങ്കിലും നമുക്ക് സാധിക്കുമോ അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തിനേയും നിഷേധിക്കുന്ന സ്വഭാവം മാറ്റിവെച്ച് സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നേടി ആ വിജയം കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല ശഅബാൻ 15 പ്രത്യേകമായി നോമ്പ് എടുക്കുന്ന വിഷയവും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ 15 നോമ്പ് എടുക്കുന്ന കാര്യവും പണ്ഡിതന്മാർ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതായത് അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസങ്ങൾ, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്,
ആ ഗണത്തിൽ മാത്രമാണോ ഇവിടെ ശഅബാൻ 15 നോമ്പുള്ളോ? അങ്ങനെ പറഞ്ഞവരുമുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ ശഅബാൻ 15 നോമ്പിനെ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ നിലപാടുകളുണ്ട്. ആ നിലപാട് പ്രകാരം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും നിഷേധിക്കപ്പെടേണ്ടതല്ല. അതൊക്കെ മഹാന്മാരായ ഉലമാവും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പ്പെടേണ്ട കാര്യങ്ങളല്ല. കഴിയുന്നവർ ചെയ്യുക, അല്ലാത്തവരെ തടയാതിരിക്കുക, അതാണ് ഏറ്റവും ചുരുങ്ങിയത് നാം ഒക്കെ ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുമ്പോൾ അമലുകൾ ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങളിലൂടെയും കാണിക്കപ്പെടാനുള്ള ശ്രമമുണ്ടായിരിക്കുക, അതാണ് നാം ഒക്കെ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ്, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. സ്വാലിഹായ അമലുകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ സജ്ജനങ്ങളായ, നീ തൗഫീഖ് ചെയ്ത, നീ സ്വീകരിച്ച മഹത്തുക്കളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ.